Debate with Dr. Arun Kumar. നാളെ വയനാട് ലോക്സഭാ മണ്ഡലവും ചേലക്കര നിയമസഭാ മണ്ഡലവും പോളിംഗ് ബൂത്തിലെത്തും. അട്ടിമറികൾക്ക് സാധ്യത ചേലക്കരയിൽ മാത്രമെന്നാണ് കണക്കുകൂട്ടൽ. പക്ഷേ കാൽനൂറ്റാണ്ട് ഇടതൂരം ചേർന്ന് നിന്ന് ചേലക്കര കൈവിട്ടാലും അത് നിലനിർത്തിയാലും 2026 തിരഞ്ഞെടുപ്പിന്റെ സൂചനയാകും. 18 പയറ്റിയ പ്രചാരണം കൊടിയിറങ്ങുമ്പോൾ വോട്ടർമാരുടെ മനസ്സുറച്ചോ വോട്ടുറപ്പിച്ചോ ആരോപണങ്ങളിൽ എന്നാണ് ചോദ്യം. അതിഥികളായി കോൺഗ്രസ് പ്രതിനിധി അഡ്വക്കേറ്റ് എം ലിജു, CPM പ്രതിനിധി അഡ്വക്കേറ്റ് കെ അനിൽകുമാർ, BJP പ്രതിനിധി അഡ്വക്കേറ്റ് ശങ്കുട്ടി ദാസ് എന്നിവരാണ്. ആദ്യം അഡ്വക്കേറ്റ് ശങ്കുട്ടി ദാസ്, നാളെ ചേലക്കരയും വയനാടുമാണ് വിധിയെഴുതാൻ പോകുന്നത്. ചേലക്കരയിൽ 24,000 വോട്ടാണ് നിയമസഭയിൽ നിങ്ങൾക്കുണ്ടായിരുന്നത്. അത് 28,000 ലോക്സഭയിൽ വരുന്ന സമയത്ത് വർദ്ധിപ്പിക്കാൻ സാധിച്ചു. അതിനുമപ്പുറം വലിയ പ്രതീക്ഷയൊന്നും നിങ്ങൾ വയ്ക്കുന്നില്ല എന്നറിയാം. പക്ഷേ തിരഞ്ഞെടുപ്പായതുകൊണ്ട് വിജയപ്രതീക്ഷയെന്ന് തന്നെ നിങ്ങൾ പറയും. എനിക്കറിയേണ്ടത്, ഈ തിരഞ്ഞെടുപ്പിൽ നിങ്ങൾക്ക് അനുകൂലമാകാൻ സാധ്യതയുള്ള രാഷ്ട്രീയ വിഷയം ഏതാണ്? പല വിഷയങ്ങൾ ഈ തിരഞ്ഞെടുപ്പിൽ ചർച്ചയായി. പല ആരോപണങ്ങളും ഉണ്ടയില്ല വെടിയായി തീർന്നു. അതിൽ പലതും തിരികെ വരുന്നതും നമ്മൾ കണ്ടു. ഏറ്റവും ഒടുവിൽ വ്യാജ വോട്ടർമാരെ ചേർക്കുന്നതടക്കം, കള്ളപ്പണം ഒഴുക്കുന്നതടക്കം, സ്പിരിറ്റ് ഒഴുക്കുന്നതടക്കം, ജാതി രാഷ്ട്രീയമടക്കം ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ചാ വിഷയമായി. BJPക്ക് നാളെ നടക്കാൻ പോകുന്ന 2 ഉപതെരഞ്ഞെടുപ്പുകളിൽ അനുകൂലമാവുന്നത് ഏതു രാഷ്ട്രീയ വിഷയമാണ്? ശങ്കുട്ടി ദാസ്. നോക്കൂ, അങ്ങയുടെ ആദ്യം തന്നെയുള്ള ആ പ്രസ്താവന അത് വളരെ ദൗർഭാഗ്യകരമായി പോയി. ഞങ്ങൾക്ക് യാതൊരു പ്രതീക്ഷയ്ക്കും വകയില്ല, എങ്കിലും നിങ്ങൾ അങ്ങനെ ഇപ്പോൾ പറയുമായിരിക്കും എന്നൊരു മുൻവിധിയോടുകൂടി അങ്ങേ ചർച്ചയിൽ എന്നെ സംസാരിക്കാൻ ക്ഷണിക്കരുതായിരുന്നു. തീർച്ചയായിട്ടും വലിയ ജയപ്രതീക്ഷയോടുകൂടി തന്നെയാണ് ചേലക്കരയിലെ ഈ തെരഞ്ഞെടുപ്പിനെ BJP നേരിടുന്നത്. മാത്രമല്ല, 3 മുന്നണികളിൽ വെച്ച് ഏറ്റവും മികച്ച സ്ഥാനാർത്ഥിയെ ചേലക്കരയിലെ ജനങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിച്ചിട്ടുള്ളത് BJP ആണെന്നുള്ള ആത്മവിശ്വാസം ഞങ്ങൾക്കുണ്ട്. ഇന്ന് കേരളത്തിലെ മാധ്യമങ്ങളെല്ലാം ഒരേപോലെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളൊരു കാര്യം, പ്രചരണത്തിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് ചേലക്കരയിലെ BJP ആണെന്നാണ്. മനോരമയിലെ ഇന്നത്തെ ഇലക്ഷൻ സ്പെഷ്യൽ റിപ്പോർട്ടിൽ പറയുന്നത്, മണ്ഡലത്തിലൂടെ യാത്ര ചെയ്യുന്ന ഏതൊരാൾക്കും കാണാൻ സാധിക്കുന്നത് ഏറ്റവും കൂടുതൽ പോസ്റ്ററുകൾ ചേലക്കരയുടെ ബാലേട്ടൻ എന്ന പേരിൽ BJPയുടെ പോസ്റ്ററുകളാണ് എന്നുള്ളതാണ്. അപ്പോൾ അവിടുത്തെ ഏറ്റവും ജനകീയനായിട്ടുള്ള, ഏറ്റവും സ്വീകാര്യനായിട്ടുള്ള, മണ്ഡലത്തിലെ ഏറ്റവും അനക്കം സൃഷ്ടിച്ചിട്ടുള്ള, ചലനം സൃഷ്ടിച്ചിട്ടുള്ള സ്ഥാനാർത്ഥി BJPയുടേതാണ്. വർഷങ്ങളോളം അവിടുത്തെ കൗൺസിലറായിരുന്ന ആളാണ്. തിരുവില്ലാമല പഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡൻ്റായിട്ട് ഇരുന്നിരുന്ന ആളാണ്. ആ പ്രദേശത്തെ നല്ലവണ്ണം അറിയുന്ന ആളാണ്. എല്ലാവർക്കും ആക്സസബിൾ ആയിട്ടുള്ള ഒരാളാണ്. അത്രയും വ്യക്തിപ്രഭാവം മറ്റു 2 സ്ഥാനാർത്ഥികൾക്കും ഇല്ല എന്നുള്ളതും പരിഗണിക്കേണ്ടതാണ്. ആദ്യം തന്നെ എല്ലാവരും പറഞ്ഞിരുന്നു, ഇത്തവണ ചേലക്കരയിൽ ബാലകൃഷ്ണൻ ഒരു സൈലന്റ് കില്ലർ ആവുമെന്ന്. അനീഷ് കുമാർ പറഞ്ഞത് തൃശ്ശൂരിലെ സുരേഷ് ഗോപിയുടെ അനുഭവം ആവർത്തിച്ചുകൊണ്ട് ചേലക്കരയുടെ സുരേഷ് ഗോപിയാണ് അദ്ദേഹം എന്നാണ്. അപ്പോൾ ഞങ്ങൾ വളരെ ആത്മവിശ്വാസത്തോടു കൂടി തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തെ പോലൊരു സ്ഥാനാർത്ഥിയെ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. എന്താണ് അവിടുത്തെ രാഷ്ട്രീയ വിഷയം? 28 വർഷമായിട്ട് CPM തുടർച്ചയായിട്ട് ഭരിക്കുന്ന ഒരു മണ്ഡലമാണ് ചേലക്കര എന്ന് പറയുന്നത്. അതിൽ തന്നെ 23 വർഷവും സ്പീക്കറായിട്ടും മന്ത്രിയായിട്ടും MLA ആയിട്ടും ഒക്കെ K. രാധാകൃഷ്ണൻ തന്നെയാണ് ചേലക്കരയെ പ്രതിനിധീകരിച്ചിട്ടുള്ളത്. എന്നിട്ട് എന്താണ് കേരളത്തിലെ തന്നെ ഏറ്റവും അവികസിതമായിട്ടുള്ള മണ്ഡലങ്ങളിൽ ഒന്നായിട്ട് ചേലക്കര തുടരാനുള്ള കാരണം എന്താണെന്നുള്ളതാണ് ഏറ്റവും വലിയ രാഷ്ട്രീയ പ്രശ്നം. ഈ ഇടതുപക്ഷവും വലതുപക്ഷവും മാറി മാറി കേരളം ഭരിച്ചിട്ടും ചേലക്കര മണ്ഡലത്തിലെ ഏറ്റവും അടിസ്ഥാന സൗകര്യ വികസനങ്ങളിൽ പോലും ഇപ്പോഴും എത്താൻ സാധിച്ചിട്ടില്ല. നിങ്ങൾക്ക് ഓർമ്മയുണ്ട്, ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായിട്ട് ചേലക്കര മണ്ഡലത്തിൽ പ്രചരണത്തിന് വന്നിട്ടുള്ള ആരോഗ്യമന്ത്രി ശ്രീമതി വീണ ജോർജിന് ദേഹാസ്വസ്ഥ ഉണ്ടായ തൃശ്ശൂർ മെഡിക്കൽ കോളേജിലേക്കാണ് കൊണ്ടുപോയത്. 30 കിലോമീറ്റർ അപ്പുറത്തുള്ള തൃശ്ശൂർ മെഡിക്കൽ കോളേജിലേക്ക് അവരെ കൊണ്ടുപോകേണ്ടി വന്നു അവർക്ക് ചികിത്സിക്കാൻ. ചേലക്കരയിൽ നല്ല ചികിത്സ കിട്ടുന്ന ഒരു പ്രാഥമിക ആരോഗ്യ കേന്ദ്രം പോലും ഇല്ലാതിരുന്നത് കൊണ്ടാണല്ലോ അങ്ങനെ ചെയ്യേണ്ടി വന്നിട്ടുള്ളത്. അതേപോലെ തന്നെ ചേലക്കരയിൽ ആകെ ഒരു വ്യവസായശാലയാണുള്ളത്. ആ വ്യവസായശാല വാവന്നൂരിലുള്ള വ്യവസായശാലയാണുള്ളത്. ആ വാവന്നൂരിലെ വ്യവസായശാല ഇപ്പോൾ അടച്ചുപൂട്ടൽ ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. നല്ല റോഡുകളില്ല, അതേപോലെ തന്നെ കുട്ടികൾക്ക് കളിക്കാനുള്ള കളിസ്ഥലങ്ങളില്ല, നല്ല വിദ്യാഭ്യാസ സ്ഥാപനങ്ങളില്ല. എല്ലാ പ്രശ്നങ്ങളുണ്ട്. ഇപ്പോൾ തിരുവല്ലാമലയിലൊക്കെയുള്ള ആളുകൾക്കാണെങ്കിൽ ബാലേട്ടനെ വിജയിപ്പിക്കൂ, വികസനത്തിന് വോട്ട് നൽകൂ എന്നതാണ് BJPയുടെ സിംഗിൾ പോയിന്റ് അജണ്ട. അവിടെ വികസന രാഷ്ട്രീയമാണ് BJP മുന്നോട്ട് വയ്ക്കാൻ ആഗ്രഹിക്കുന്നത്. അനിൽകുമാർ കൂടി നമുക്കൊപ്പമുണ്ട്. അനിൽകുമാർ, ഏറ്റവും മികച്ച സ്ഥാനാർത്ഥിയെ മുന്നിൽ നിർത്തിയിട്ടാണ് ഞങ്ങൾ തെരഞ്ഞെടുപ്പ്. ശരി, അവിടെ വ്യക്തിപ്രഭാവത്തിനും അപ്പുറം വികസന രാഷ്ട്രീയത്തിനാണ് വോട്ട് എന്നതാണ് BJPയുടെ നിലപാട്. അനിൽകുമാർ, ഈ ചേലക്കര കൈവിട്ടാൽ അത് സംസ്ഥാന സർക്കാരിൻ്റെ വിലയിരുത്തലാവുന്നു എന്ന് മാത്രമല്ല, 28 വർഷമായി ഒപ്പമുള്ളൊരു മണ്ഡലം തിരിച്ചുപിടിക്കാൻ കോൺഗ്രസിന് സാധിച്ചാൽ അത് 2026 ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു സൂചനയാവും.
പാലക്കാടും വയനാടും നഷ്ടപ്പെട്ടാലും ചേലക്കര നഷ്ടപ്പെടരുത് എന്ന CPM-ന്റെ രാഷ്ട്രീയ താല്പര്യം മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. KC വേണുഗോപാൽ പറഞ്ഞത് ഒരു പൊളിറ്റിക്കൽ ഫൈറ്റ് നടക്കുന്നതും രാഷ്ട്രീയമായ നേട്ടമുണ്ടാക്കാൻ കഴിയുന്നതും ചേലക്കരയാണെന്നാണ്. ചേലക്കരയിൽ എണ്ണയിട്ടതുപോലെയാണ് കോൺഗ്രസിൻ്റെ പ്രവർത്തനം. ബൂത്ത് തലത്തിലുള്ള പ്രവർത്തനം മുതൽ പ്രചരണത്തിൽ വരെയുള്ള നൂതനമായിട്ടുള്ള വിദ്യകളെല്ലാം അവിടെ പരീക്ഷിച്ചിട്ടുണ്ട്. മുതിർന്ന നേതാക്കൾ ക്യാമ്പ് ചെയ്തിട്ടുണ്ട്. ചേലക്കരയിൽ മത്സരം ശക്തമല്ലേ അനിൽകുമാർ? അല്ല, ഒരു തെരഞ്ഞെടുപ്പ് രംഗത്ത് മാത്രം എണ്ണയിട്ട് യന്ത്രം ഉണ്ടാക്കിയാൽ ആളുകൾ വോട്ട് ചെയ്യുമെന്ന് കോൺഗ്രസ്സുകാർ വിചാരിക്കേണ്ട. അവിടുത്തെ മനുഷ്യരുടെ ജീവിതത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി വരുത്തിയ മാറ്റം അറിയുന്ന മനുഷ്യരാണ് ചേലക്കരയിലുള്ളത്, കേരളത്തിലുള്ളത്. ഞങ്ങളൊരു തെരഞ്ഞെടുപ്പ് രംഗത്ത് മാത്രം നാട്ടുകാരെ കാണാൻ പോകുന്നൊരു പാർട്ടിയോ പ്രസ്ഥാനമോ അല്ല LDF. മുഖ്യമന്ത്രി ചേലക്കരയിലെ LDF-ൻ്റെ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തും ഈ തെരഞ്ഞെടുപ്പ് റാലികളിലും 1.5 മണിക്കൂറാണ് 8.25 കൊല്ലക്കാലത്തെ കേരളത്തിലെ പിണറായി സർക്കാരിൻ്റെ ഭരണ നേട്ടങ്ങൾ പറഞ്ഞത്. ഇന്ത്യ രാജ്യത്ത് അങ്ങനൊരു മുഖ്യമന്ത്രിക്ക് പറയാൻ പറ്റുമോ? ഇവിടെ വികസനം ഇല്ല എന്നൊക്കെ BJP-ക്കാർ പറയുമ്പോൾ ദേശീയപാത ഉണ്ടാക്കാൻ വേണ്ടി കേരളം ആഗ്രഹിച്ചപ്പോൾ 8,000 കോടി രൂപ നമ്മുടെ കൊരവള്ളിക്ക് കുത്തിപ്പിടിച്ച് അത് ഈടാക്കിയ BJP-ക്കാരെ പറയണത് വികസനത്തെക്കുറിച്ച്, ബാലേട്ടൻ്റെ വികസനം. പിന്നെ ആ വിഴിഞ്ഞം തുറമുഖം ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ 1 ലക്ഷം കണ്ടെയ്നർ അവിടെ വന്നു കഴിഞ്ഞു. ആ തുറമുഖത്തിന് 2015 അനുവദിച്ച പണം അത് വായ്പയാക്കി മാറ്റിയ ഏറ്റവും ധിക്കാരപരമായ നിലപാട് സ്വീകരിച്ച കേരള വിരുദ്ധ നരേന്ദ്രമോദിക്കാണോ ആളുകൾ വോട്ട് ചെയ്യാൻ പോണത്? വയനാട്ടിൽ ഒരു കൊച്ചുകുട്ടി താടി തടവുന്ന കണ്ടല്ലോ. ഒന്നുകൂടെ വയനാട്ടിൽ വരാൻ നരേന്ദ്രമോദിക്ക് തൻ്റെ ഇടം ഉണ്ടോ? അതേ കുട്ടി താടി തടവട്ടെ, ചെവിയുടെ കുറ്റിക്ക് അടിയായിരിക്കും കിട്ടുക. കാരണം വയനാട് ദുരന്തത്തേക്കാൾ വലിയ ദുരന്തമാണ് ഇന്ത്യ രാജ്യത്തിൻ്റെ മോദി സർക്കാർ, കേന്ദ്ര സർക്കാർ എന്ന് കേരളത്തിലെ ജനങ്ങൾ തിരിച്ചറിയുന്ന കാലത്താണ് നമ്മൾ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങളെ സംബന്ധിച്ച് ചേലക്കര എന്ന് പറയുന്നത് മനുഷ്യ ജീവിതത്തിൽ ഞങ്ങൾ വരുത്തിയ മാറ്റത്തിൻ്റെ ഭാഗമായി ഇവർ ഇലക്ഷൻ്റെ തലേദിവസം വന്ന് വീടുകൾ കയറും, പണം ഒഴുക്കാൻ നോക്കും, മദ്യം ഒഴുക്കാൻ നോക്കും. 1664 ലിറ്റർ സ്പിരിറ്റാണ് കോൺഗ്രസിൻ്റെ ജില്ലാ പഞ്ചായത്ത് അംഗത്തിൻ്റെ സഹോദരൻ്റെ മകൻ ആ കേസിൽ പ്രതിയാണ് ചിറ്റൂരിൽ നിന്ന് പിടിച്ചത്. കോൺഗ്രസിന് ബന്ധമില്ലേ? നമ്മുടെ എക്സൈസ് വകുപ്പ് അത്ര ദുർബലമാണോ അനിൽകുമാർ? 1,56,00,000 രൂപയാണ് പാലക്കാട് ജില്ലയിൽ നിന്ന് കള്ളപ്പണം. കേട്ടില്ല? നമ്മുടെ എക്സൈസ് വകുപ്പ് അത്ര ദുർബലമാണോ? കേട്ടില്ല. എക്സൈസ് വകുപ്പ് ശക്തമായതുകൊണ്ടല്ലേ നമ്മുടെ കേരളത്തിൻ്റെ ഒരു അതിർത്തിയിൽ കൊണ്ടുവന്ന് സംഭരിച്ച കർണാടകത്തിൽ നമ്മുടെ സിദ്ധരാമയ്യയുടെ സർക്കാർ കൊടുത്തുവിട്ട് അത് കോൺഗ്രസ്സുകാർ തന്നെ കൊണ്ടുവന്ന് ചിറ്റൂര് സംഭരിച്ച് വെച്ച സാധനം ഇങ്ങനെ എടുത്തുകൊണ്ട് പോകുന്നത്. എക്സൈസ് വകുപ്പ് ശക്തമായതുകൊണ്ടല്ലേ. സിദ്ധരാമയ്യ കൊടുത്തുവിട്ടതാണ് KC വേണുഗോപാലിന് പാലക്കാട്ടേക്കും ചേലക്കരയ്ക്കും ചെലവാക്കാൻ. അത് എക്സൈസ് വകുപ്പ് മിടുക്കതായതുകൊണ്ടല്ലേ ജില്ലാ പഞ്ചായത്തിൻ്റെ അംഗം ഗോപാലസ്വാമി ഗൗണ്ടറുടെ സഹോദരൻ്റെ മകൻ അകത്തുപോയത്. എക്സൈസ് വകുപ്പ് ശക്തമായതുകൊണ്ടല്ലേ. കള്ളപ്പണം ഇന്നും പിടിച്ചല്ലോ. 1,56,00,000 രൂപ കള്ളപ്പണം നേരത്തെ പാലക്കാട് തന്നെ ജില്ലയിൽ തന്നെ പിടിച്ചിട്ടുണ്ട്. അയ്യോ കള്ളപ്പണം പിടിക്കുന്നതെന്ന് പറഞ്ഞ് വനിതാ നേതാക്കന്മാരെ വെച്ച് നിലവിളിച്ചുകൊണ്ടിരുന്ന ആരാണ്? ഇവിടെ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു. BJP-യുടെ നേതാവ് പറഞ്ഞല്ലോ BJP-ക്ക് നല്ല കാലമാണെന്ന്. കേരളത്തിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പുകളിൽ BJP അടിക്കടി പുറകോട്ട് പോയി. അത് ശ്രീധരൻപിള്ളയുടെ കാര്യത്തിലറിയാം, CK പത്മനാഭൻ്റെ കാര്യത്തിലറിയാം, തൃക്കാക്കരയിലറിയാം, പുതുപ്പള്ളിയിലറിയാം. എല്ലാ ഉപതെരഞ്ഞെടുപ്പുകളിലും രാജഗോപാൽ മത്സരിച്ച തെരഞ്ഞെടുപ്പുകളിലൊഴിച്ച് ബാക്കി എല്ലാ തെരഞ്ഞെടുപ്പുകളിലും ഉപതെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ BJP-യുടെ വാട്ടർലൂവാണ്. അതുകൊണ്ട് BJP-ക്കാർ തെരഞ്ഞെടുപ്പിൻ്റെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ നിങ്ങൾക്ക് മെച്ചമുണ്ടാവുമെന്ന് കരുതി നിങ്ങൾ ആ വെള്ളം വെക്കേണ്ട കാര്യമില്ല. പിന്നെ രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം നമ്മൾ കാണേണ്ടത്, അയോധ്യയിൽ BJP തോറ്റു. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള തിരിച്ചറിവാണത്. എന്തുകൊണ്ട് അയോധ്യയിലെ ജനങ്ങൾ BJP-യെ തോൽപ്പിച്ചു? ശ്രീരാമൻ ഇടം കൊടുത്തു താമസിക്കാൻ. പക്ഷേ അവിടുത്തെ ജനങ്ങളെ BJP-യെ കൈവിട്ടു. നരേന്ദ്രമോദിയുടെ വ്യക്തിപ്രഭാവം തകർന്നു. BJP-യുടെ കേന്ദ്രത്തിലെ ഒറ്റയ്ക്കുള്ള ഭൂരിപക്ഷം പോയി. ഈ തിരിച്ചറിവ് കേരളത്തിലുണ്ടാകുമ്പോൾ കേരളത്തിലെ ഒരൊറ്റ മണ്ഡലത്തിൽ പോലും 2ാം സ്ഥാനത്തെത്താൻ BJP-ക്കാവാത്ത ഒരു തെരഞ്ഞെടുപ്പായി ഇനിയുള്ള. പക്ഷേ അനിൽ നോക്കൂ, BJP പ്രതിനിധി സൂചിപ്പിച്ച വികസന രാഷ്ട്രീയം ചേലക്കരയിൽ ചർച്ച ചെയ്താൽ ഒരു തവണ സ്പീക്കറായും ഒരു തവണ മന്ത്രി 2 തവണ മന്ത്രിയായും അതിനുശേഷം ഇപ്പോൾ ലോക്സഭ MP ആയും പോയ രാധാകൃഷ്ണൻ പ്രതിനിധീകരിച്ച മണ്ഡലത്തിൽ, ഈ UR പ്രദീപ് തന്നെ പ്രതിനിധീകരിച്ച മണ്ഡലത്തിൽ അവിടെ താലൂക്ക് ആശുപത്രിയിൽ രാത്രിയിൽ ചികിത്സയ്ക്ക് ഡോക്ടർമാരുണ്ടോ?
ആരോഗ്യവകുപ്പ് മന്ത്രി ചേലക്കരയിൽ തലകറങ്ങിയ തൃശ്ശൂരിലേക്ക് കൊണ്ടുപോകേണ്ട സാഹചര്യമല്ലേ? അവിടെ ഗ്രാമീണ വഴികളിൽ പലതും PWD റോഡുകൾ പലതും തകർന്ന് താറുമാറായി കിടക്കുന്നതല്ലേ? അവിടെ ചേലക്കരയുടെ ടൗൺഷിപ്പിന്റെ വികസനം ഒന്നും നടക്കാതെ പോയതല്ലേ? ആകെ കൊണ്ടുവന്ന റൈസ് പാർക്ക് ഇപ്പോൾ അടച്ചുപൂട്ടിയ അവസ്ഥയിലല്ലേ? അവിടുത്തെ SC/ST വിഭാഗത്തിൽപ്പെട്ടവർക്ക് എന്ത് മാറ്റമാണ് കൊണ്ടുവരാൻ സാധിച്ചത്? ഈ ചോദ്യങ്ങൾ പ്രസക്തമാണ്. ആകെ ഉണ്ടായിരുന്ന ഒരു SC മന്ത്രിയെ, SC വിഭാഗത്തിൽ നിന്നുള്ള ഒരു മന്ത്രിയെ അവരുടെ പ്രാതിനിധ്യം ഒഴിവാക്കി ST വിഭാഗത്തിൽ നിന്നുള്ളൊരു മന്ത്രി മാത്രമാക്കി പരിമിതപ്പെടുത്തിയെന്ന കോൺഗ്രസിന്റെ ആരോപണം മറുഭാഗത്ത് നിൽക്കുകയും ചെയ്യുന്നു അനിൽകുമാർ. ശ്രീ അരുൺ, എനിക്കൊരു വാചകം പറയാനുള്ള അവസരം തരണം. 5 കൊല്ലക്കാലം അങ്ങനെ ഒരു മന്ത്രിയെ ഇല്ലാതാക്കിയത് രാഷ്ട്രീയ വിഷയങ്ങളെല്ലാം സൂചിപ്പിച്ചുകൊണ്ട് 5 കൊല്ലക്കാലം. ഞാൻ വരാം ശങ്കുട്ടിദാസ്. ഞാൻ ഈ ചോദ്യം ഒന്ന് എടുത്തതിന് ശേഷം വരാം. ലിജുവിന്റെ കൂടി പോയതിനു ശേഷം ശങ്കുലേക്ക് മടങ്ങിയെത്താം. 5 കൊല്ലക്കാലം SC വിഭാഗത്തിന് മന്ത്രിയില്ലാതാക്കിയ ഒരു ഭരണം നടത്തിയത് കോൺഗ്രസ്സാണ്. PK ജയലക്ഷ്മി ഏത് SC വിഭാഗത്തിൽപ്പെട്ടയാളാണ്? ST അല്ലേ? ആ സമയത്ത് അനിൽകുമാർ ഉണ്ടായിരുന്നില്ലേ? അപ്പോൾ അത് മാധ്യമങ്ങൾക്കെല്ലാം ഗംഭീരമായിരുന്നു. ഞാൻ കൃത്യമായിട്ട് ഒന്ന് പറയട്ടെ. പട്ടികജാതി വിഭാഗങ്ങളുടെ ജീവിതത്തിൽ ഈ ഇന്ത്യ ചരിത്രത്തിൽ ഏറ്റവും വലിയ മാറ്റമുണ്ടാക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. അടുത്ത നവംബർ മാസം 1-ാം തീയതി ഒരു തീയതി ഉണ്ടെങ്കിൽ എല്ലാ പട്ടികജാതിക്കാർക്കും വീട് കിട്ടുന്ന ഇന്ത്യ രാജ്യത്തെ ഏക സംസ്ഥാനം കേരളമായിരിക്കും. പക്ഷേ ഒരു നിമിഷം, ഒറ്റ സംശയം സാർ. പട്ടികജാതി വിഭാഗത്തിലെ വിദ്യാർത്ഥികൾക്കുള്ള സ്കോളർഷിപ്പ് ഗ്രാന്റുകൾ പെൻഡിംഗ് അല്ലേ? പട്ടികജാതി വിഭാഗത്തിൽ നിന്നുള്ള വിദ്യാർത്ഥികളുടെ സ്കോളർഷിപ്പ് ഗ്രാന്റുകൾ പെൻഡിംഗ് അല്ലേ? ഒരു കാര്യം ബഹുമാനപ്പെട്ട അരുൺ മനസ്സിലാക്കണം. നിങ്ങൾ ഈ ചർച്ചയിലിരിക്കുമ്പോൾ ഇപ്പോൾ ചേലക്കരയെ സംബന്ധിച്ചോ പട്ടികജാതി വിഭാഗത്തെക്കുറിച്ചുമാണ് ചർച്ചയെങ്കിൽ ഞാൻ മുഴുവൻ സമയം ചർച്ച ചെയ്യാൻ തയ്യാറാണ്. ബഹുമാനപ്പെട്ട K. രാധാകൃഷ്ണൻ വന്ന ശേഷം ആ മണ്ഡലത്തിൽ എത്ര സ്കൂളുകളിൽ മാറ്റം വന്നു എന്ന് ഞാൻ വേണേൽ കണക്കം കൊണ്ട് വായിക്കാം. ഇത്തവണ ചിന്തവാരികയിൽ ആ ചേലക്കര മണ്ഡലത്തിലെ വികസന സപ്ലിമെൻ്റ് അച്ചടിച്ചിറക്കിയിട്ടുണ്ട്. പരസ്യമായ രേഖയാണ്. നിങ്ങളാ മായന്നൂർ പാലത്തിൻ്റെ മേലെ കയറുമെന്ന് വർത്താനം പറയൂ. മായന്നൂർ പാലത്തിൻ്റെ ഉദ്ഘാടനം അരുൺകുമാർ ഓർക്കുന്നുണ്ടോ? ആ മായന്നൂർ പാലം എന്ന് പറയുന്നത് ചേലക്കര മണ്ഡലത്തിൽ വരുത്തിയ മാറ്റം എന്തായിരുന്നു? മായന്നൂർ പാലം ഉണ്ടാകുമ്പോൾ ഒറ്റയായ ഒരു തുരുത്തായിരുന്നു ആ പ്രദേശം. ആ പ്രദേശത്തെ പുതിയ ഒരു ചേലക്കരയാക്കി മാറ്റിയത് രാധേട്ടൻ എന്ന് ഞങ്ങൾ സ്നേഹത്തോടെ വിളിക്കുന്ന രാധാകൃഷ്ണനാണെന്ന് ആ നാട്ടിലെ ആരാ പറയാത്തത്? അവിടെയുള്ള പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട മനുഷ്യരുടെ ജീവിതത്തിൻ്റെ പുരോഗതി, ആ പുരോഗതിയിൽ പൊതുപുരോഗതിയുണ്ട്. അവർക്ക് ഏറ്റവും ഉയർന്ന കൂലി വാങ്ങിച്ചു കൊടുക്കാൻ കഴിഞ്ഞൊരു ഗവൺമെൻറ്, എല്ലാവർക്കും ഭൂമി കൊടുക്കാൻ ഇടം കൊടുക്കുന്നൊരു ഗവൺമെൻറ്, അവരുടെ വിദ്യാഭ്യാസ നിലവാരം ഇന്ത്യ രാജ്യത്ത് ഏറ്റവും മികച്ചതാക്കാൻ അധ്വാനിച്ചൊരു ഗവൺമെൻറ്. ആരോഗ്യ മേഖലയിൽ ഞാൻ അഭിമാനത്തോടെ പറയാം, പഞ്ചായത്തുകളുടെ PS സെൻ്ററുകൾ മോശമാണോ? നിങ്ങൾ PS സെൻ്ററിലേക്ക് വരും. ഞാൻ നാളെ ചേലക്കര വരാം. അരുൺകുമാറിനെ ഞാൻ ചേലക്കരയിലേക്ക് വിളിക്കാം. ഞാൻ നാളെ ചേലക്കര വരാം. ഏത് PS സെൻ്ററിൽ പോകണം? അല്ലല്ല, അവിടുത്തെ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റർ താലൂക്ക് ആശുപത്രിയായി, പക്ഷെ അവിടെ വേണ്ടത്ര സംവിധാനങ്ങളില്ല എന്നതാണ് പരാതി. നിങ്ങൾ അവിടെ ഡയാലിസിസ് ഇല്ല, അവിടെ സ്കാനിങ് മെഷീൻ ഇല്ല, അവിടെ എക്സ്റേ മെഷീൻ ഇല്ല. വേണ്ടത്ര എന്ന് നിങ്ങൾ പറയുമ്പോൾ ഈ വേണ്ടത്രയുടെ മാനദണ്ഡം എന്താണ്? ഇന്ത്യ രാജ്യത്ത് താലൂക്ക് ആശുപത്രികളാണെങ്കിലും അതുപോലെ CSCകളാണെങ്കിലും പഞ്ചായത്തിലെ ആശുപത്രികളാണെങ്കിലും ഏറ്റവും മികച്ച ആരോഗ്യ സംവിധാനമുള്ള സംസ്ഥാനം കേരളമാണ്. പക്ഷേ പിന്നീട് ആരോഗ്യവകുപ്പ് മന്ത്രി തലകറങ്ങിയപ്പോൾ തൃശ്ശൂരിലേക്ക് പോകേണ്ടി വന്നത് എന്തിനാണ്? BJP പ്രതിനിധി ചോദിക്കുന്നു. ഞാൻ പറയട്ടെ സാർ, നമ്മളൊരു വിഷയം ചർച്ച ചെയ്യുമ്പോൾ ആ ചർച്ചയുമായി ഒരു ബന്ധമില്ലാത്തൊരു കാര്യം പറയുകയാണ്. നിങ്ങൾ ഹാർട്ട് അറ്റാക്ക് വന്നാൽ എവിടേക്കാണ് പോവുക? നിങ്ങളൊരു രോഗം വന്നാൽ രോഗത്തിൻ്റെ പ്രാധാന്യം അനുസരിച്ച് അതിൻ്റെ സ്പെഷ്യലൈസേഷൻ പോകും. അതൊരു തിരഞ്ഞെടുപ്പ് രംഗത്തെ ചർച്ചാ വിഷയമല്ല, അതിൻ്റെ സ്പെഷ്യലൈസേഷനാണ് പോകുന്നത്. അത് ഇതുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്യേണ്ട കാര്യമല്ല. ഒരു വ്യക്തിയെ സംബന്ധിച്ച് വ്യക്തിയുടെ ആരോഗ്യത്തിൻ്റെ ഒരു കേസ് ഡയറി അവരുടെ കയ്യിലുണ്ട്. അവർക്കൊരു പ്രത്യേക പ്രശ്നം വന്നു കഴിഞ്ഞാൽ ആ പ്രശ്നത്തിന് ചികിത്സാ സംവിധാനം എന്തെന്നുള്ളത് അവർക്കറിയാം. അത് പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലല്ല പോകേണ്ടത്. നല്ല വിവരമുള്ള ഒരു മന്ത്രിയാണ് ആ മന്ത്രി. പോകേണ്ട സ്പെഷ്യലൈസേഷൻ പോകും. അങ്ങേക്ക് ആ ധാരണയുള്ള ഒരാളാണ്. പക്ഷെ ഇന്നത്തെ രാത്രിയിൽ അങ്ങനെ വളച്ചുകൊണ്ട് പോകേണ്ട ഒരു കാര്യമില്ല. അതുകൊണ്ട് അരുൺകുമാറിനെ ഞാനിപ്പോൾ വെല്ലുവിളിക്കുകയാണ്. നമുക്ക് നാളെ ചേലക്കര കൂടെ നടക്കാം. ഇന്നത്തെ രാത്രി വേണ്ട, നാളെ രാവിലെ അങ്ങ് നടക്കാം. ഏത് സ്ഥലത്താണ് കാണാൻ പോകേണ്ടതെന്ന് കാണാം. K. രാധാകൃഷ്ണൻ വരുന്നുമ്പോഴുള്ള ചേലക്കര, K. രാധാകൃഷ്ണൻ വന്ന ശേഷമുള്ള ചേലക്കര. എന്തിനാ ഈ ചേലക്കര കോൺഗ്രസിൻ്റെ പോക്കറ്റിലായിരുന്നല്ലോ? എന്തിനാ 26 കൊല്ലമായിട്ട് ഞങ്ങളെ ഏൽപ്പിച്ചത്? അത് ഏൽപ്പിക്കാൻ കാരണം ആ ചേലക്കരയിൽ ഞങ്ങൾ വരുത്തിയ മാറ്റമാണ്. ഇവിടെ പറഞ്ഞു UR പ്രദീപ് എന്ന് പറയുന്ന സ്ഥാനാർത്ഥി
ഏറ്റവും മികവാർന്ന MLA ആയിരുന്നു. നിങ്ങൾ മനസ്സിലാക്കണം, ഒരു വ്യക്തി, ആ വ്യക്തിയെ അടയാളപ്പെടുത്തുന്നത് എങ്ങനെയാണ്? 5 കൊല്ലക്കാലം അദ്ദേഹം MLA ആയിരുന്നു. സ്വാഭാവികമായും കെ രാധാകൃഷ്ണൻ നേതാവാണ്. അദ്ദേഹം മത്സരിക്കാൻ വന്നപ്പോൾ ഇദ്ദേഹം മാറിക്കൊടുത്തു. ഒരു ചെറിയ കുഞ്ഞു പരിഭവം പോലുമില്ലാതെ മാറിക്കൊടുത്ത, അല്ലെങ്കിൽ അദ്ദേഹം സ്വയം അതിന് സന്നദ്ധനായ ഒരു വ്യക്തിയാണ് പ്രദീപ്. ആ മാന്യതയുടെ തമ്പുരാനെന്ന് വിളിക്കപ്പെടുന്ന ആ പാലക്കാട്ടുകാർ സ്നേഹിക്കുന്ന ഒരു സിറ്റിംഗ് MLA. ആ MLA 5 കൊല്ലക്കാലം കഴിഞ്ഞ് മാറിക്കൊടുത്തു. വീണ്ടും ഇതാ 3.5 കൊല്ലക്കാലം കഴിഞ്ഞ് വന്നിരിക്കുന്നു. അവിടെ നമുക്ക് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നയാളുടെ വികസന നേട്ടം, ഒരു വൈകാരിക ബന്ധം മണ്ഡലവുമായിട്ടുള്ളത്. ഈ ബാലകൃഷ്ണൻ എങ്ങനെയാണോ തിരുവല്ലോമലയുമായി ബന്ധമുള്ളത്, അതേപോലെ ദേശമംഗലവുമായും ചേലക്കരയുമായും വൈകാരിക ബന്ധമാണ് UR പ്രദീപിനുള്ളത്. ആ വൈകാരിക ബന്ധം വോട്ടായി മാറും എന്നതാണ് അനിൽകുമാർ സൂചിപ്പിക്കുന്നത്. അനിൽകുമാർ പറയുന്ന കാര്യങ്ങൾക്കുള്ള മറുപടി കൂടി, അവിടെ ഒരു മണ്ഡലത്തിൽ സാധ്യമാവാവുന്ന എല്ലാ വികസനവും ചേലക്കരയിൽ സാധ്യമാക്കിയിട്ടുണ്ട്. വെല്ലുവിളിക്കുകയാണ് അനിൽകുമാർ നമ്മളെ. ചേലക്കരയിലേക്ക് വരൂ, അവിടുത്തെ റോഡുകളോ ആശുപത്രികളോ സ്കൂളുകളോ നമുക്ക് സന്ദർശിക്കാം. അവിടെ എവിടെയാണ് വികസനത്തിൻ്റെ ഒരു അഭാവമുള്ളത് എന്നത് നമുക്ക് പരിഗണിക്കാം. മറ്റെല്ലാ മണ്ഡലങ്ങളെക്കാളും അധികം സാധാരണക്കാരായ മനുഷ്യരെ ചേർത്തുപിടിച്ച മണ്ഡലമായതുകൊണ്ടല്ലേ 28 വർഷം ആ മണ്ഡലം ഇടതോരം ചേർന്നത്. ശങ്കു, നോക്കൂ, 2021 ചേലക്കര മണ്ഡലത്തിലെ കെ രാധാകൃഷ്ണന്റെ ഭൂരിപക്ഷം എന്ന് പറയുന്നത് 39,000 വോട്ടുകളുടെ ഭൂരിപക്ഷമാണ്. എന്നാൽ ഈ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആലത്തൂർ അദ്ദേഹം മത്സരിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ ചേലക്കരയിലെ ഭൂരിപക്ഷം 5,000 താഴ്ന്നു. അതായത് ഏതാണ്ട് 3 വർഷം കൊണ്ട് കെ രാധാകൃഷ്ണന് ചേലക്കര മണ്ഡലത്തിൽ 34,000 വോട്ട് കുറഞ്ഞു. ഇത് അദ്ദേഹത്തിന്റെ ജനസമ്മതിയാണോ കാണിക്കുന്നത്, അതോ ജനസമ്മതിയിലുള്ള ഇടിവാണോ കാണിക്കുന്നത്? കെ രാധാകൃഷ്ണനോട് 28 വർഷം താങ്കൾ പറഞ്ഞ പോയിന്റ് വളരെ പ്രധാനപ്പെട്ടതാണ്. നിയമസഭയിലേക്ക് കിട്ടിയ ഭൂരിപക്ഷവും ലോക്സഭയിലേക്ക് കിട്ടിയ ഭൂരിപക്ഷവും തമ്മിലുള്ള വ്യത്യാസമാണ് അങ്ങ് പറഞ്ഞത്. 2001 കെ രാധാകൃഷ്ണൻ, എനിക്ക് 96 കെ രാധാകൃഷ്ണൻ മത്സരിക്കാൻ വരുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ഭൂരിപക്ഷം എത്രയായിരുന്നു? കെ രാധാകൃഷ്ണൻ മത്സരിക്കാൻ വരുമ്പോൾ നാമമാത്രമായ ഭൂരിപക്ഷമാണ്. എനിക്കൊന്ന് 2000 താഴെ ഭൂരിപക്ഷമാണ് ഉണ്ടായിരുന്നത്. അവിടെ നിന്ന് 39,000 ആ ഭൂരിപക്ഷം ഉയർന്നത് ഒരു ജനപ്രീതി അല്ലേ കാണിക്കുന്നത്? അല്ല കാണിക്കുന്നത്, അതല്ല കാണിക്കുന്നത്. ആ തെരഞ്ഞെടുപ്പിൽ കെ രാധാകൃഷ്ണന് ഈ അത്രയും ഒരു ടഫ് ആയിട്ടുള്ള ഫൈറ്റ് ഉണ്ടായിരുന്നില്ല. കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി അത്രയും വലിയ ശക്തനായിട്ടുള്ളൊരു സ്ഥാനാർത്ഥി ആയിരുന്നില്ല എന്നുള്ളതാണ്. അങ്ങനത്തെ ഒരു വലിയ ഇന്നത്തെ കാണുന്ന പോലത്തെ ഒരു ട്രൈ പാർട്ടി കണ്ടസ്റ്റ്, ഒരു ത്രികോണ മത്സരമൊന്നും അവിടെ സൃഷ്ടിക്കാൻ സാധിച്ചില്ല എന്നതുകൊണ്ടാണ് അത്രയും മൃഗീയമായിട്ടുള്ള ഭൂരിപക്ഷത്തിലേക്ക് പോയത്. പക്ഷെ നേരെ തിരിച്ച് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വന്നപ്പോൾ 3 ശക്തരായിട്ടുള്ള സ്ഥാനാർത്ഥികൾ വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ ചേലക്കരയിലെ വോട്ട് തന്നെ 5,000 ലീഡിലേക്ക് കുറഞ്ഞു. അതായത് ചേലക്കര എന്ന് പറയുന്നത് 28 വർഷമായിട്ട് ഇവരെ പിന്തുണയ്ക്കുന്നവരുടെ ഏറ്റവും ശക്തിയുള്ള ഫോർട്ടാണ്. ആ ഫോർട്ടിൽ പോലും ഇത്രയും താഴത്തേക്ക് വോട്ടിക്ക് പോയി. BJPക്ക് നോക്കൂ, ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിലേക്ക് നടന്നിട്ടുള്ള തെരഞ്ഞെടുപ്പിൽ BJP 30,000 ക്രോസ് ചെയ്തു. 24,000 നിന്ന് നമ്മൾ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോഴേക്ക് 29,000 വരുന്നു. ജില്ലാ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ 30,000 എത്തുന്നു. BJPയുടെ വോട്ട് അവിടെ കൺസിസ്റ്റൻ്റ് ആയിട്ട് കൂടുകയാണ് ചെയ്യുന്നത്. ഇത്തവണ എന്താണ്, കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് വരുന്ന ആള് കഴിഞ്ഞ തവണ ആലത്തൂർ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ച് പരാജയപ്പെട്ടിട്ടുള്ള ആളാണ്. ചേലക്കര മണ്ഡലത്തിലാണെങ്കിലും ആ രീതിയിലുള്ള വലിയ ജനസ്വാധീനമോ സമ്മതിയോ ഇല്ലാത്ത ആളാണ്. അടിസ്ഥാനപരമായിട്ട് കോഴിക്കോട് നിന്ന് വന്നിട്ടുള്ള ഒരാളാണ്. ഈ പറയുന്ന ആലത്തൂർ അല്ലെങ്കിൽ ചേലക്കര മണ്ഡലത്തിലെ ഒരാളല്ല എന്നൊക്കെയുള്ള ഒരുപാട് അനുകൂലമായിട്ടുള്ള ഫാക്ടേഴ്സ് ഉണ്ട്. അപ്പോൾ അവിടെ BJP വളരെ ഡയറക്റ്റ്ലി കണ്ടസ്റ്റ് ചെയ്യാണ്. രണ്ടാമത്തെ കാര്യം, 28 വർഷമായിട്ട് തങ്ങളെ പ്രതിനിധീകരിച്ചിട്ടുള്ള കെ രാധാകൃഷ്ണനോട് പാർട്ടി ചെയ്തത് എന്താണ് എന്നുള്ളതും ചേലക്കരക്കാരുടെ പ്രശ്നമാണല്ലോ. അതായത് അദ്ദേഹം സംസ്ഥാനത്തെ ഒരു മന്ത്രിയായിരുന്നിരുന്ന ആളെ ആ പദവിയിൽ നിന്ന് പിൻവലിച്ചുകൊണ്ട് അദ്ദേഹത്തെ 540 MP-മാരിലൊരു MP മാത്രമാക്കി ഡൽഹിയിലേക്ക് അയച്ചു എന്നുള്ളത് ചേലക്കരയ്ക്ക് കിട്ടിയിരുന്ന വലിയൊരു പ്രാതിനിധ്യത്തെ ഇല്ലാതാക്കിയിട്ടുള്ള പ്രവൃത്തിയല്ലേ ചെയ്യുന്നത്. ഇപ്പം SC മന്ത്രി ഇല്ലാതായി എന്ന് പറയുന്ന പ്രശ്നമുണ്ട്. ശരിയാണ്, ആദ്യമായിട്ടാണ് SC മന്ത്രി ഇല്ലാതിരിക്കുന്നത്. പക്ഷേ ചേലക്കരയുടെ ഒരു മന്ത്രിയെ തന്നെയല്ലേ ഇല്ലാതെയായത്. പകരം വരുന്ന UR പ്രദീപിനെ മന്ത്രിയാക്കും എന്നൊരു പ്രോമിസ് LDF മുന്നോട്ട് വയ്ക്കുന്നുണ്ടോ? അപ്പോൾ ചേലക്കരയോട് കുറേ കാലമായിട്ട് തുടരുന്നിട്ടുള്ള ഒരു അനീതിയോടുള്ള ഒരു പ്രതികരണം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തന്നെ കാണിച്ചിട്ടുണ്ട്. ചേലക്കരയിൽ നടക്കുന്നത് ഒരു പൊളിറ്റിക്കൽ ഫൈറ്റാണ്. ഈ തെരഞ്ഞെടുപ്പിൽ ചേലക്കരയുടെ വിധി 2026 ദിശാസൂചികയായിരിക്കുമെന്നാണ് രാഷ്ട്രീയ വിദഗ്ധർ വിലയിരുത്തുന്നത്. അഡ്വക്കേറ്റ് M. ലിജു കോൺഗ്രസ് പ്രതിനിധി, അഡ്വക്കേറ്റ് K. അനിൽകുമാർ CPM പ്രതിനിധി, അഡ്വക്കേറ്റ് ശങ്കുട്ടിദാസ് BJP പ്രതിനിധി എന്നിവരാണ് നമുക്കൊപ്പം. അഡ്വക്കേറ്റ് M. ലിജുവിലേക്ക് പോകുന്നു. അഡ്വക്കേറ്റ് M. ലിജു, അഡ്വക്കേറ്റ് അനിൽകുമാർ വെല്ലുവിളിക്കുകയാണ്. ചേലക്കര മണ്ഡലത്തിലെ 28 വർഷമായിട്ടുള്ള സമഗ്ര വികസനം കാണാൻ നാളെ സൂര്യൻ ഉദിച്ചാൽ നിങ്ങൾ വരൂ, ആ മണ്ഡലത്തിലെ ഓരോ സ്ഥലങ്ങളിലൂടെയും സഞ്ചരിക്കൂ. ആ മണ്ഡലവുമായി വൈകാരിക ബന്ധമുള്ള എളിമയുടെ തമ്പുരാൻ എന്ന് വിശേഷിപ്പിക്കുന്ന UR പ്രദീപിന് അനുകൂലമായി നാളെ വിധി എഴുതാൻ ഒരുപാട് ഘടകങ്ങളുണ്ടെന്ന് പറയുന്നു. അതിനുള്ള മറുപടി താങ്കൾ കൊടുക്കണം. അതോടൊപ്പം അഡ്വക്കേറ്റ് M. ലിജു,
അൻവർ ഇഫക്റ്റ് യഥാർത്ഥത്തിൽ UDF ക്യാമ്പിൽ ആശങ്ക ഉണ്ടാക്കുന്നുണ്ടോ? SDP പിന്തുണ ഇക്കുറി അൻവറിൻ്റെ സ്ഥാനാർത്ഥിക്ക് പോകുന്നു എന്ന് പറയുമ്പോൾ അവിടെ 40,000-ഓളം വരുന്ന മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ വോട്ട് UDF നിന്ന് ഷിഫ്റ്റ് ചെയ്യാനുള്ളൊരു സാധ്യത നിങ്ങൾ കാണുന്നുണ്ടോ? അതൊരു വശത്ത്. 2, ന്യൂനപക്ഷ മോർച്ചയടക്കം മുനമ്പത്തെ മുൻനിർത്തി പുറത്ത് ഇറക്കിയിരിക്കുന്ന ലഘുലേഖ അവിടെ പ്രവർത്തിച്ചാൽ ഒരു 2,000 മുതൽ 3,000 വോട്ടുകൾ വരെ UDFൻ്റെ പാളയത്തിൽ നിന്ന് നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട് എന്നൊരു വിലയിരുത്തലുമുണ്ട്. ഇത് രണ്ടും നിങ്ങൾക്ക് ഈ UR പ്രദീപിനോടൊപ്പം തന്നെ വെല്ലുവിളിയാണോ അഡ്വക്കേറ്റ് എം ലിജു? അഡ്വക്കേറ്റ് എം ലിജു, എന്റെ ചോദ്യം കേട്ടുവോ താങ്കൾ? ഹലോ ഞാൻ അരുൺ, ഞാൻ കുറെ ഭാഗം മാത്രമാണ് ചോദ്യം കേട്ടത്. അൻവർ ഇഫക്റ്റ് എന്ന് മാത്രമേ കേട്ടുള്ളൂ. ഈ ന്യൂനപക്ഷ മോർച്ചയുടെ ലഘുലേഖ മുനമ്പത്തെ മുൻനിർത്തിയുള്ള BJPയുടെ ക്രിസ്ത്യൻ ബെൽറ്റുകളിലേക്കുള്ള ഒരു സ്ട്രാറ്റജിക്കൽ ഇലക്ഷൻ മാനേജ്മെന്റ്, അത് നിങ്ങൾ ഭയക്കുന്നുണ്ടോ? ഞാൻ ഓരോന്നായി മറുപടി പറയാം. ഒന്ന്, ഞാൻ ശ്രീ അനിൽകുമാറിൻ്റെ ഒരു ആത്മവിശ്വാസത്തോട് എനിക്ക് അത്ഭുതം തോന്നുകയാണ്. ചേലക്കരയിൽ ഒരു തവണയെങ്കിലും പോയിട്ടുള്ള ഒരാൾ, ഇപ്പം എനിക്കറിയാം, അരുൺ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ അവിടെ ഉണ്ടായിരുന്നു. ചേലക്കരയുടെ എല്ലാ പ്രദേശങ്ങളിലൂടെയും സഞ്ചരിച്ച ഒരാളാണ് ഞാൻ. കഴിഞ്ഞ ദിവസങ്ങളിൽ കുറേ ദിവസമായി പാലക്കാടും വയനാടും ഉണ്ടെങ്കിലും ചേലക്കരയിലും KPCCയുടെ ഏകോപനത്തിൻ്റെ ഭാഗമായി ഉണ്ടായിരുന്നു. ഞാൻ ദേശമംഗലത്തൊരു കുടുംബയോഗത്തിൽ പങ്കെടുത്തിരുന്നു. ദേശമംഗലം എന്ന് പറഞ്ഞാൽ UR പ്രദീപിൻ്റെ സ്വന്തം പ്രദേശമാണ്. അവിടെ ഒരു കനാലിൻ്റെ സൈഡിലൂടെയുള്ള ഒരു പ്രദേശത്ത് പോയാണ് അവിടെ ഒരു കുടുംബ യോഗത്തിൽ പങ്കെടുത്തത്. അരുൺ, എന്താണ് ഈ അനിൽകുമാർക്ക് ഇങ്ങനെ സംസാരിക്കാൻ കാര്യം? എത്രമാത്രം തകർന്നു കിടക്കുന്ന റോഡുകൾ! എന്തിനേറെ സ്ഥാനാർത്ഥിയുടെ ഭാര്യയുടെ തന്നെ അഭിപ്രായത്തിൽ എന്തായിരുന്നു അവർ പറഞ്ഞ അഭിപ്രായം? റോഡുകൾ മെച്ചപ്പെടേണ്ടതുണ്ട് എന്ന് പറഞ്ഞാൽ അത്രത്തോളം മോശപ്പെട്ട അവസ്ഥയിൽ കിടക്കുന്ന റോഡുകൾ. ആശുപത്രിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ആരോഗ്യമന്ത്രിക്ക് ഒരു തലകറക്കം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ഒരു പ്രാഥമികമായ സൗകര്യം പോലും കൊടുക്കാൻ കഴിയാത്തവണ്ണമുള്ള ആരോഗ്യ കേന്ദ്രങ്ങളില്ലാത്തൊരു സ്ഥലം. അവിടെ എടുത്തു പറയത്തക്ക ഒരു കാര്യങ്ങളും ചേലക്കരയില്ല. കേരളത്തിലെ തന്നെ ഏറ്റവും അവികസിതം എന്ന് ഉറച്ചു വിശേഷിപ്പിക്കാൻ സാധിക്കുന്ന ഒരു പ്രദേശമാണ് ചേലക്കര. ഞാൻ ഈ തിരുവല്ലാമലയിൽ കഴിഞ്ഞ ദിവസം ഒരു കോളനിയിൽ പോയിരുന്നു. ആ വീടുകളുടെയൊക്കെ ഒരു അവസ്ഥ, 498ഓളം പട്ടികജാതി കോളനികളുള്ള ഒരു സ്ഥലമാണ് ചേലക്കര. വളരെ കൃത്യമായി അനിൽകുമാറിനോട് ഞാൻ പറയുന്നു, അനിൽകുമാറെ, നിങ്ങൾ പറയുകയാണ് പട്ടികജാതി, ഇപ്പം ചാനൽ മാധ്യമ ചർച്ചയാണ്, പട്ടികജാതി വിഭാഗത്തിനും കോളനികൾക്കും വികസനം ഉറപ്പുവരുത്തിയെന്ന് നിങ്ങൾ പറഞ്ഞാൽ ആ വാക്ക് കേൾക്കുന്ന ആ കോളനികളിൽ താമസിക്കുന്ന മനുഷ്യർ നിങ്ങൾക്കെതിരായി വോട്ട് ചെയ്യും. അത്രത്തോളം ശോചനീയമായ അവസ്ഥയാണ് പല സ്ഥലങ്ങളിലും. തകർന്നു വീഴാൻ നിൽക്കുന്ന വീടുകൾ, തകർന്നു കിടക്കുന്ന റോഡുകൾ, കുടിവെള്ളമില്ലാത്ത പ്രദേശങ്ങൾ, പിന്നെ അതോടൊപ്പം തന്നെ വികസനം എത്തി നോക്കിയിട്ടില്ലാത്ത പ്രദേശങ്ങൾ. ചേലക്കരയുടെ വികസനം ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ മുന്നോട്ട് വെക്കുന്ന ഏറ്റവും സുപ്രധാനമായ ഒരു അജണ്ടയാണ്. നാളെ തെരഞ്ഞെടുപ്പ് ദിവസം ഇനി അരുൺ പാടായിരിക്കും. അത് നിങ്ങൾ ഇത്രയും ദിവസം നടന്നവരല്ലേ. അരുൺ സത്യസന്ധമായി നിങ്ങളുടെ റിപ്പോർട്ടർമാരോട് ചോദിച്ചാൽ അവർ പറഞ്ഞു തരുമല്ലോ എത്രമാത്രം പിന്നോക്കാവസ്ഥയിലാണ് പിന്നെ ചേലക്കരയുടെ അവസ്ഥയെന്ന്. അപ്പം അതുകൊണ്ട് അനിൽകുമാറിൻ്റെ വെല്ലുവിളി, ആ വെല്ലുവിളി ഒന്നും നിലനിൽക്കുന്നത് പോലുമല്ല. ദയനീയമായ ഒരു നിയോജക മണ്ഡലമാണ് ചേലക്കര. രണ്ടാമത്തെ പ്രശ്നം, ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ മുന്നോട്ട് വെക്കുന്ന ഏറ്റവും സുപ്രധാനമായ ഒരു അജണ്ട പിണറായി വിജയൻ സർക്കാരിൻ്റെ ഹിതപരിശോധന എന്ന് തന്നെയാണ്. 38,000 വോട്ടുകൾക്ക് LDF ജയിച്ചൊരു മണ്ഡലത്തിൽ പിണറായി വിജയൻ സർക്കാരിൻ്റെ ഹിതപരിശോധനയാണ് ഈ തിരഞ്ഞെടുപ്പ് എന്ന് കൃത്യമായി പറയാനുള്ള ആത്മവിശ്വാസം ഞങ്ങൾക്കുണ്ട്. കാരണം അത്രത്തോളം ഭരണവിരുദ്ധ തരംഗം താഴെത്തട്ടിൽ അലയടിക്കുകയാണെന്ന കാര്യത്തിൽ സംശയമൊന്നും തന്നെ വേണ്ട. പിന്നെ ഞങ്ങളെ സംബന്ധിച്ച് കോൺഗ്രസ് പാർട്ടി അതിശക്തമായ സംഘടനാ പ്രവർത്തനം ചേലക്കരയിൽ നടത്തിയിട്ടുണ്ട്. ഞങ്ങളുടെ പാർട്ടി ഭാരവാഹികളുമെല്ലാം മാസങ്ങളായി അവിടെ എല്ലാ ബൂത്തുകളിലും സഞ്ചരിച്ച് പരമാവധി ആളുകളെ വോട്ടർ പട്ടികയിൽ ചേർത്ത് പുറത്തുനിന്നുള്ള വോട്ടർമാരെ ഉൾപ്പെടെ പരമാവധി കൊണ്ടുവരാൻ ശ്രമിച്ച് ഞങ്ങളുടെ സംഘടനാ സംവിധാനത്തെ ശക്തിപ്പെടുത്തി ജനകീയ വിഷയങ്ങളിൽ ശക്തമായി ഇടപെട്ട് പോകുന്നതുകൊണ്ട് ഞങ്ങൾക്ക് ആത്മവിശ്വാസമുണ്ട്, വമ്പിച്ച വിജയം ഞങ്ങൾക്ക് അവിടെ നേടാൻ സാധിക്കും. അതോടൊപ്പം വിവിധ വിഷയങ്ങൾ, ഇപ്പം ഞാൻ ചർച്ചയുടെ പകുതിയിലാണ് ഞാൻ വന്ന് ജോയിൻ ചെയ്തത്. ശ്രീ കെ രാധാകൃഷ്ണൻ ഉൾപ്പെടെയുള്ള ചർച്ച, ശ്രീ കെ രാധാകൃഷ്ണനെ അവിടെ ഒന്ന് മാറ്റി എന്നുള്ളത് അത് നിങ്ങളുടെ തീരുമാനം. പക്ഷെ ഒരു പൊളിറ്റിക്കൽ റെപ്രസെൻറ്റേഷൻ്റെ ഒരു ക്വസ്റ്റ്യൻ ഞങ്ങൾ ഉയർത്തി. അതിന് അനിൽകുമാർ എന്തൊരു നുണയാണ് പറഞ്ഞത്. ഈ മന്ത്രിസഭയിൽ ഒരു പട്ടികജാതി മന്ത്രി ഇല്ല, അപ്പോൾ കഴിഞ്ഞ UDF മന്ത്രിസഭയിൽ ഇല്ലായിരുന്നുവെന്ന്. PK ജയലക്ഷ്മി പട്ടികവർഗത്തിൽപ്പെട്ട പ്രതിനിധിയായി PK ജയലക്ഷ്മി മന്ത്രിസഭയിലുള്ളപ്പോൾ പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട ശ്രീ AP അനിൽകുമാർ മന്ത്രിയാണ്. എത്ര പച്ച നുണയങ്ങ് പറയുകയാണ്. ശ്രീ അനിൽകുമാർ ഒരു ഹോംവർക്ക് ഇല്ലാതെയാണോ അങ്ങ് ഈ ചർച്ചയിൽ വന്നെന്ന് ഞാൻ സംശയിക്കുകയാണ്. കാരണം എനിക്ക് തോന്നുന്നത് CPM സംസ്ഥാന സെക്രട്ടറിയുടെ പരാമർശം കേട്ടിട്ട് അദ്ദേഹം യാതൊരു ഒരു ഗൃഹപാഠമില്ലാതെ ഒരു പത്രസമ്മേളനത്തിൽ പറയുകയാണ് UDF മന്ത്രിസഭയിൽ പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട മന്ത്രി ഇല്ലായിരുന്നുവെന്ന്. പട്ടികജാതിയിൽപ്പെട്ട ശ്രീ AP അനിൽകുമാറും പട്ടികവർഗ വിഭാഗത്തിൽപ്പെടുന്ന PK ജയലക്ഷ്മിയും ഉൾപ്പെട്ടൊരു മന്ത്രിസഭയായിരുന്നു ഉമ്മൻചാണ്ടി മന്ത്രിസഭ.
അത് കൃത്യമായ പൊളിറ്റിക്കൽ റെപ്രസെൻറ്റേഷൻ ഉറപ്പുവരുത്തിയ ഒരു മന്ത്രിസഭയായിരുന്നു. ശ്രീ കെ രാധാകൃഷ്ണനെ ആസൂത്രിതമായി ഒതുക്കിയതാണെന്നൊരു ചർച്ച ചേലക്കരയിലുണ്ട്. അല്ല, ഞാൻ അതിലേക്ക് ഒരു സംശയം ചോദിക്കട്ടെ. ഒരു പ്രേക്ഷകൻ ചോദിച്ച സംശയമാണ് അഡ്വക്കേറ്റ് എം ലിജു. ഈ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് മറ്റു വനിതാ MLA ഉണ്ടാവാത്തത് കൊണ്ടല്ലേ നിങ്ങൾ ഈ PK ജയലക്ഷ്മിക്ക് മന്ത്രിസ്ഥാനം കൊടുത്തത്? അത് യഥാർത്ഥത്തിൽ ഒരു വനിതാ മുഖ്യമന്ത്രിയല്ലേ നിങ്ങൾ അവിടെ കൊണ്ടുവന്നത്? നിർഭാഗ്യവശാൽ മറ്റു വനിതാ മന്ത്രിമാരില്ലാത്തത് കൊണ്ട് PK ജയലക്ഷ്മിയെ താരതമ്യേന അപ്രധാന വകുപ്പുകൾ കൊടുത്ത് മന്ത്രിയാക്കി. അപ്പോൾ വനിതാ മന്ത്രിയുമായി പട്ടികവർഗ മന്ത്രിയുമായി, അതല്ലേ വാസ്തവം? അങ്ങനെ പറയുന്നതിൽ അർത്ഥമുണ്ടോ? PK ജയലക്ഷ്മി മന്ത്രി അല്ലായിരുന്നു നിങ്ങൾ ഇനി പറയുമോ? PK ജയലക്ഷ്മിക്ക് ഒരു ഫയൽ നോക്കാൻ അധികാരം ഉണ്ടായിരുന്നില്ല. PK ജയലക്ഷ്മി മന്ത്രി പദവി ഉണ്ടായിരുന്നില്ല. PK ജയലക്ഷ്മി MLA പോസ്റ്റിൽ മാത്രം ഇരിക്കായിരുന്നു എന്നുകൂടി ഇനി പറയുമോ? മന്ത്രിസഭയിലെ പ്രാന്ത്യത്തിന് പല ഘടകങ്ങളുണ്ട്. ഇപ്പം ഇത്തവണ പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട OR കിളുവിനെ മന്ത്രിയാക്കി. പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട നിരവധി MLA-മാർ CPM-നില്ലേ? UDF ഒരു പ്രസിഡന്റ് തുടങ്ങി വെച്ചു. ഇനി നിങ്ങൾ പറഞ്ഞില്ല സാന്ദർഭികമാണെന്ന് കരുതുക. ആ പ്രസിഡന്റ് ഒന്ന് തുടർന്നാൽ എന്താ കുഴപ്പം? സംസ്ഥാനത്ത് CPM-ന്റെ പ്രചരണത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമായിരുന്നു ശ്രീ കെ രാധാകൃഷ്ണൻ ദേവസ്വം മന്ത്രിയാക്കി പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട ഒരാളെ ദേവസ്വം മന്ത്രിയാക്കിയത് സാമൂഹ്യ വിപ്ലവമാണ്. മുൻപ് UDF നിരവധി ആക്കിയിട്ടുണ്ട്. മാറ്റിയതിന്റെ കാരണം എന്താ? തീർച്ചയായിട്ടും ഞാനതാ പറഞ്ഞത്. KK ബാലകൃഷ്ണൻ UDF-ന്റെ മന്ത്രിയായിരുന്നു, ചേലക്കര എന്നുള്ള പ്രതിനിധിയായിരുന്നു. അപ്പോൾ ഒരു പൊളിറ്റിക്കൽ റെപ്രസെൻറ്റേഷൻ എന്നൊരു ക്വസ്റ്റ്യൻ ഉയർത്തിയപ്പോൾ വസ്തുതാവിരുദ്ധമായ കാര്യങ്ങൾ പറഞ്ഞ് CPM സംസ്ഥാന സെക്രട്ടറി മറുപടി പറയുകയാണ്. അതേ ക്യാപ്സൂൾ CPM പ്രതിനിധി ആവർത്തിക്കുന്നു, UDF മന്ത്രിസഭയിൽ ഇല്ലായിരുന്നു. എന്തിനാണ് ഇങ്ങനെ നുണ പറയുന്നത്? നമുക്ക് വസ്തുത വെച്ച് സംസാരിച്ചുകൂടെ? അൻവർ ഒരു ഇടതുപക്ഷ MLA ആയിരുന്നു. നിലമ്പൂരിൽ നിന്നുള്ള ഇടതുപക്ഷ മുന്നണിയുടെ സ്ഥാനാർത്ഥിയെ ജയിച്ച ആളാണ് അദ്ദേഹം. ഞങ്ങളല്ല അദ്ദേഹത്തിൻ്റെ വോട്ട് ചെയ്ത് ജയിപ്പിച്ച ആളുകൾ. ഞങ്ങൾക്കെതിർ സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നു. അദ്ദേഹം പറയുന്നു ഈ മന്ത്രിസഭ എന്ന് പറയുന്ന അധോലോക സർക്കാരാണ്, സ്വർണം കടത്തും സ്വർണം പൊട്ടിക്കലും നടത്തുന്ന ആളുകളാണ്, വർഗീയ അങ്ങേയറ്റം തീവ്ര വർഗീയ നിലപാടുള്ള ഒരു കക്ഷിയാണ്, BJP സംഘപരിവാറുമായി അടുത്ത ബന്ധം പുലർത്തുന്ന ഗവൺമെൻറ്റാണ്. പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള ആളുകൾ കേസുകളിൽ നിന്ന് രക്ഷപ്പെടാൻ സംഘപരിവാറിന് മുമ്പിൽ കീഴടങ്ങിയിരിക്കുന്നു. പക്ഷേ നേരത്തെ പറയുന്നതാണെങ്കിൽ പിന്തുണയാണ് ആ PV അൻവർ MLA-യുടെ സ്ഥാനാർത്ഥിക്ക് ഉള്ളത്. അത് കൊണ്ടുപോകുന്നത് നിങ്ങളുടെ വോട്ടായിരിക്കുമെന്നാണ്. അല്ല, ഞങ്ങളുടെ പ്രശ്നമല്ലോ. CPM-ന്റെ CPM-ന്റെ ഘടനയും CPM പിന്തുണ കൊടുക്കുന്നവരുടെ ആശയപരമായ ദൗർബല്യമൊക്കെ അതല്ലേ അത് കാണിക്കുന്നത്. ഇപ്പോൾ അവർ പാലക്കാട്ട് സ്ഥാനാർത്ഥിയാക്കിയിരിക്കുന്നത് നേരത്തെ പറഞ്ഞ പോലെ കോൺഗ്രസ് പക്ഷത്തിൽ നിന്ന് ഒരാളെയാണ്. ഒരു ദിവസം സീറ്റ് കിട്ടാഞ്ഞപ്പോൾ അപ്പുറത്ത് പോകുമ്പോൾ ആ സീറ്റ് പിന്തുണയ്ക്കുന്നു. സമാനമായ തരത്തിൽ നിങ്ങൾ ജയിപ്പിച്ചൊട്ടൊരാൾ എവിടെ പോയാലും അതിൻ്റെ ഉത്തരവാദിത്വം ഞങ്ങൾക്ക് ഏറ്റെടുക്കാൻ സാധിക്കുമോ? ഞാൻ പറഞ്ഞത് കൃത്യമായ രാഷ്ട്രീയ വിഷയത്തിലാണ് ചേലക്കരയിലെ തെരഞ്ഞെടുപ്പ്. എനിക്കൊന്ന് അനിൽകുമാർ ഉയർത്തിയ വാദങ്ങൾക്കുള്ള മറുപടിയാണ് എം ലിജു പറഞ്ഞത്. അനിൽകുമാർ, ഇതിൽ ഓരോന്നോരോന്നായിട്ട് മറുപടി പറഞ്ഞു വരാം. ആദ്യത്തേത് വികസന രാഷ്ട്രീയം. എം ലിജു വെല്ലുവിളിക്കുകയാണ്. ആ പ്രദേശത്തേക്ക് വരാൻ അദ്ദേഹവും തയ്യാറാണ്. റോഡുകളുടെ ശോചനീയാവസ്ഥ. UR പ്രദീപിന്റെ ഭാര്യ തന്നെ പറയുന്നു റോഡുകൾ നന്നാവാനുണ്ട്. ആ മണ്ഡലത്തിലെ പട്ടികജാതി കോളനികളുടെ അവസ്ഥ, 498 കോളനികളിലും എങ്ങനെയാണ് ഇപ്പോൾ പ്രവർത്തിക്കുന്നത്? പേര് മാറ്റിയതുകൊണ്ട് അവസ്ഥ മാറുന്നില്ലല്ലോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വിഷയം. ഒപ്പം രാധാകൃഷ്ണനെ ആ സ്ഥലത്ത് നിന്ന് ലോക്സഭയിലേക്ക് കൊണ്ടുപോകുമ്പോൾ സാമൂഹിക നീതിക്കുമേൽ ഒരു വെല്ലുവിളി കൂടി ഉയർത്തുന്നു എന്നതാണ് പ്രധാനപ്പെട്ടൊരു വാദം. മറുപടി ഒന്ന്, ഇന്ത്യ രാജ്യത്ത് കേരളം എത്തി നിൽക്കുന്ന വികസനത്തിൻ്റെ തലമേത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് വേണം കേരളമാകെ വിലയിരുത്താൻ. 8.25 കൊല്ലമായി കേരളം ഭരിക്കുന്ന LDF സർക്കാർ കേരളത്തെ എവിടേക്കാണ് നയിച്ചത്? അതിൽ ഞങ്ങൾ അഭിമാന പുരസ്സരം ഒന്നാമതായി പറയുന്നത് ദേശീയപാത വികസനത്തിന് നമ്മളെടുത്ത മുൻകൈയാണ്. ഒരു ദേശീയപാതയിൽ അത് നിൽക്കുന്നില്ലല്ലോ. ഇപ്പം ഞാൻ പാലക്കാടിരുന്നാണ് സംസാരിക്കുന്നത്. 2000 ഏക്കർ ആണ് ഇവിടെ IT ഹബിനായിട്ട് അല്ലെങ്കിൽ വ്യവസായ ഇടനാഴിക്കായിട്ട് പൊന്നുമ്പലയ്ക്ക് എടുത്തിട്ടിരിക്കുന്നത്. വിഴിഞ്ഞം തുറമുഖം വരുമ്പോൾ എത്ര പേർക്കാണ് പുതുതായിട്ട് പണി കിട്ടുന്നത്? അതിനെതിരെ വിമോചന സമരം നടത്തിയവരാണോ വികസനത്തെക്കുറിച്ച് ഞങ്ങളെ പഠിപ്പിക്കാൻ വരുന്നത്? ഗെയിൽ പൈപ്പിനെതിരായിട്ട് സമരം നടത്തിയവരാണോ വികസനത്തെക്കുറിച്ച് CPM-നെ പഠിപ്പിക്കാൻ വരുന്നത്? ഗെയിൽ പൈപ്പിനെതിരെ സമരം ചെയ്തത് ആരാണ്? വയൽക്കിളി സമരം VM സുധീരനും ഗെയിൽ പൈപ്പിനെതിരെ സമരം ചെയ്തത് എനിക്ക് അങ്ങ് മറന്നുപോയതാണോ? സ്ലിപ്പ് ഓഫ് ടങ് ആണോ? സമരം ചെയ്തില്ല. ഗെയിലിനെതിരെ P രാജീവ് സമരം ചെയ്തിട്ടില്ലേ? ഞാൻ കൃത്യമായിട്ട് മറുപടി പറയാണ്. ഗെയിൽ പൈപ്പിനെതിരെ ഇല്ലില്ല. ഗെയിൽ പൈപ്പിനെതിരെ CPM സമരം ചെയ്തിട്ടില്ല.
പിന്നെന്തിനാണ് സമരം ചെയ്തത്? ഏതെങ്കിലും വികസന പദ്ധതികൾ വരുമ്പോൾ അവിടെ ഭൂമിയുടെ വിലയുമായി ബന്ധപ്പെട്ട വിഷയം ഞങ്ങൾ ഉയർത്തിയിട്ടുണ്ട്. ഏതെങ്കിലും വികസന പദ്ധതികൾ വരുമ്പോൾ ഭൂമിയുടെ വിലയുമായി ബന്ധപ്പെട്ട വിഷയം ഞങ്ങൾ ഉയർത്തിയിട്ടുണ്ട്, നാളെയും ഉയർത്തും. അതെ, ആ ഭൂമി നഷ്ടപ്പെടുന്ന മനുഷ്യൻ്റെ വേദന ഞങ്ങൾ ഉയർത്തിപ്പിടിക്കും. അവിടെ ഞങ്ങൾ കൃത്യമായ നിലപാടുള്ളവരാണ്. പക്ഷേ ഞാൻ ചോദിക്കുന്ന ചോദ്യം, വികസനം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇന്ത്യ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ സ്കൂൾ കെട്ടിടങ്ങൾ നന്നായത് ഏത് വർഷക്കാലമാണ്? നിങ്ങൾ ആലോചിക്കൂ, ഈ കേരളത്തിനകത്തെ വിദ്യാഭ്യാസ നിലവാരത്തിൻ്റെ വികാസം എന്താണ്? ദേശീയ തലത്തിൽ ആരോഗ്യ മേഖലയിൽ ഏറ്റവും കൂടുതൽ പണം സൗജന്യ ചികിത്സയ്ക്ക് നടപ്പാക്കുന്ന സംസ്ഥാനവും ഏറ്റവും കൂടുതൽ ശതമാനം ആളുകൾ സൗജന്യ ചികിത്സ നേടുന്ന സംസ്ഥാനവും കേരളമല്ലേ? നിങ്ങൾ കണക്ക് വെച്ച് നോക്കൂ. ഇതിൻ്റെ ഭാഗമായി നീതി ആയോഗിൻ്റെ എല്ലാ സമ്മാനങ്ങളും കിട്ടുന്ന ഇന്ത്യയിലെ ഒന്നാമത്തെ സംസ്ഥാനം ഈ കേരളമായത് ഇവർക്ക് വിഷമമുള്ള കാര്യമാണ്. ഞാൻ പറയുന്നത്, ഉമ്മൻചാണ്ടിയുടെ കാലത്ത് പ്രവർത്തിക്കാതെ കിടന്നിരുന്ന കണ്ണൂർ വിമാനത്താവളം പൂർത്തിയാക്കാൻ പൈസ മുടക്കുമെന്നില്ലേ? കൊച്ചി മെട്രോ എത്രത്തോളം ഉയർത്തിക്കൊണ്ടുവന്നു? അല്ല, എൻ്റെ ഒരു സംശയം, ന്യായമായൊരു സംശയമാണ് കേട്ടോ. കണ്ണൂർ വിമാനത്താവളം, കൊച്ചി മെട്രോ, വിഴിഞ്ഞം പദ്ധതി, സീ പ്ലെയിൻ, ഈ പദ്ധതികളെല്ലാം പറയുമ്പോൾ അതിൽ ഉമ്മൻചാണ്ടിയുടെ പേരവിടെ കിടപ്പുണ്ട്. ഉമ്മൻചാണ്ടിയുടെ പേര് കിടക്കുന്ന ഒരു പദ്ധതി ഞാൻ പറയാം. കേരളത്തിലെ ആദ്യത്തെ അതിവേഗ തീവണ്ടിപ്പാത ഉമ്മൻചാണ്ടിയുടെ പേരിലാണ്. 100 കോടി രൂപ ഉമ്മൻചാണ്ടി മുടക്കിയിട്ടുണ്ട്. അതിന് നിങ്ങളുടെ അന്ന് അരുണിൻ്റെ ഈ റിപ്പോർട്ടർ ചാനലില്ല, മനോരമ ചാനലൊക്കെ ഉണ്ടായിരുന്നു. വലിയ പരസ്യമായിരുന്നല്ലോ അതിവേഗ തീവണ്ടിപ്പാതയിൽ ഉമ്മൻചാണ്ടി യാത്ര ചെയ്യുന്ന പരസ്യം. നിങ്ങൾ ആ ആലുവ ചെന്നിട്ട് മുട്ടത്തുള്ള റെയിൽവേ യാർഡിൽ പോയിരുന്നിട്ട് ഉമ്മൻചാണ്ടി അകത്ത് കയറി ഇരിക്കുന്നൊരു പടം നിങ്ങൾ ഓർക്കുന്നുണ്ടോ? കണ്ണൂർ വിമാനത്താവളത്തിൻ്റെ മേലെ റൺവേ ഇല്ലാത്തടത്ത് എയർക്രാഫ്റ്റ്, സൈന്യത്തിൻ്റെ എയർക്രാഫ്റ്റ് കൊണ്ട് നിറങ്ങുന്ന ഒരു ചിത്രം നിങ്ങൾ ഓർക്കുന്നുണ്ടോ? ഇതൊക്കെയാണോ വികസനം? ഇപ്പൊ സീ പ്ലെയിൻ പറക്കാൻ ഇറക്കുമ്പോൾ 2013 സീ പ്ലെയിൻ അഷ്ടമുടിക്കായലിൽ പറന്നു പൊങ്ങിയ സീ പ്ലെയിൻ. ഞാൻ അങ്ങോട്ട് പറയാം. 5.25 ലക്ഷം പേർക്ക് ലൈഫ് മിഷനിൽ വീട് കൊടുത്തത് ഉമ്മൻചാണ്ടിയുടെ പദ്ധതിയാണോ? ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് അവർ തീരുമാനിച്ചതെന്ന് വെച്ചാൽ കേരളത്തിലെ സ്കൂൾ പൂട്ടലാണ്. LDF സർക്കാരിൻ്റെ കാലത്ത് മാലേപ്പുറം മുതൽ സ്കൂളുകൾ പടപടാ പൂട്ടുകയല്ല, തുറക്കുക ചെയ്ത്. തുറന്നിട്ട് ഈ കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയിലേക്ക് കുട്ടികൾ തിരിച്ചു വന്നത് നമ്മുടെ കേരളത്തിലെ മാറ്റമല്ലേ? ആരോഗ്യ മേഖലയിൽ കേരളത്തിൽ വികസിപ്പിച്ചതിൻ്റെ ഭാഗമായി ഇന്ന് കേരളം എന്ന് പറയുന്നത് ആരോഗ്യ മേഖലയിലെ നമ്പർ 1 ആക്കിയില്ലേ? ഉമ്മൻചാണ്ടിയുടെ കാലത്ത് എന്തായിരുന്നു? നിങ്ങൾ ആ മാറ്റം ആലോചിക്കൂ. ശ്രീനാരായണ ഗുരു സർവകലാശാല ഏത് കാലത്ത് ആരംഭിച്ചതാണ്? ഡിജിറ്റൽ സയൻസ് പാർക്ക് ഏത് കാലത്ത് ആരംഭിച്ചതാണ്? ഡിജിറ്റൽ സർവകലാശാല ഏത് കാലത്ത് ആരംഭിച്ചതാണ്? K-ഫോൺ പദ്ധതി ഏത് കാലത്ത് ആരംഭിച്ചതാണ്? ഞാൻ ജലമെട്രോയുടെ കാര്യം പറഞ്ഞു. 2000 ഏക്കർ വികസനം നിങ്ങൾ ആലോചിക്കുക. കണക്കുകൾ UDF-നും പറയാനുണ്ടോ? ടെക്നോ പാർക്കിന്റെ ഇപ്പോഴത്തെ വികസനം നിങ്ങൾ ആലോചിക്കുക. ഞാൻ പറഞ്ഞു, അടുത്ത നവംബർ മാസം 1-ാം തീയതി ആകുമ്പോൾ അതിദാരിദ്ര്യമില്ലാത്ത ഇന്ത്യ രാജ്യത്തെ ഏക സംസ്ഥാനമായി കേരളം മാറും. അവരുടെ ക്ലേശ ഘടകങ്ങൾ മാറ്റിയിട്ട് എല്ലാവർക്കും വീട് കൊടുക്കുന്നൊരു സ്റ്റേറ്റായിട്ട് കേരളം മാറുകയാണ്. ആദ്യഘട്ടത്തിൽ പട്ടികജാതിക്കാർക്ക് എല്ലാവർക്കും വീട്. ഇതല്ലേ കേരളം മുന്നോട്ട് പോകുന്നത്? ഇതെല്ലാം ഉമ്മൻചാണ്ടിയുടെ സ്വപ്നമാണോ? ഇതെല്ലാം ഉമ്മൻചാണ്ടി നടപ്പാക്കിയതാണോ? ഏതെങ്കിലും പദ്ധതിയുടെ അറ്റത്ത് ഉമ്മൻചാണ്ടി എന്തെങ്കിലും കാണിച്ചു വെച്ചിട്ട് എയർ കേരള എവിടെ പോയി? ഉമ്മൻചാണ്ടി എയർ കേരള കാണിച്ചു തരാമോ? ഇതൊക്കെ കല്ലിട്ടിട്ട് ആ വഴി പോകുന്നേ ഉള്ളൂ. ഉമ്മൻചാണ്ടി നടപ്പിലാക്കാൻ പറ്റുക. തുടർച്ചയായി 2 വർഷവും വന്ന നിങ്ങളല്ലേ മറുപടി പറയേണ്ടത്. എയർ കേരള ഇന്ന് എയർ കേരള ഈ പറയുന്ന സീ പ്ലെയിന് വേണ്ടിയിട്ട് ബിഡിംഗ് നടത്തുന്ന ഒരു പ്രധാനപ്പെട്ട കമ്പനിയാണ് എയർ കേരള. ഒന്നാമത്തെ കാര്യം, ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാം. എയർ കേരള എന്ന് പറഞ്ഞിട്ട് ഉമ്മൻചാണ്ടിയുടെ വഴിക്ക് പോയി. ഒരു വെള്ളി രൂപ ഖജനാവിൽ നിന്ന് വെച്ചിട്ടില്ല. എയർ കേരളക്ക് ഒരു വെള്ളി രൂപ പദ്ധതിയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട 12 കോടി രൂപ ഞാൻ മനസ്സിലാക്കുന്നത് അന്ന് തന്നെ മുടക്കിയിരുന്നു. ഇപ്പൊ ഈ ഇപ്പൊ പറന്നു പൊങ്ങിയ സീ പ്ലെയിൻ ഉണ്ടല്ലോ,
അതിന് നമ്മുടെ സംസ്ഥാന സർക്കാരിൻ്റെ കയ്യിൽ നിന്ന് ചില്ലി പൈസ ചിലവായിട്ടില്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് ഉഡാൻ കണക്ടിവിറ്റി പ്രോഗ്രാമിൻ്റെ ഭാഗമാണ്. പക്ഷേ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ സീപ്ലെയിന് 12 കോടി രൂപ അന്ന് ടൂറിസം ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡ് കമ്പനിക്ക് കൊടുത്തിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. അതാണെന്ന് മത്സ്യത്തൊഴിലാളി സംഘടനകൾ ഇടപെട്ട് സിലോപ്പി അടക്കം മത്സ്യക്കുഞ്ഞുങ്ങൾ ചത്തുപോകുന്നു എന്ന് വിലപിച്ചുകൊണ്ട് തടഞ്ഞതെന്നാണ് കോൺഗ്രസിന്റെയും ലീഗിന്റെയും ഭാഷ്യം. ചേലക്കരയിലെ തിരഞ്ഞെടുപ്പ് 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ലിറ്റ്മസ് ടെസ്റ്റ് ആകും എന്നാണ് രാഷ്ട്രീയ വിദഗ്ധർ വിലയിരുത്തുന്നത്. അങ്ങനെയാണെങ്കിൽ വോട്ടുറപ്പിച്ചു മുന്നണികൾ വളരെ ചിട്ടയൊപ്പിച്ചുള്ള ഒരു തിരഞ്ഞെടുപ്പ് പ്രചരണത്തിനാണ് ചേലക്കര സാക്ഷ്യം വഹിച്ചത്. രാഷ്ട്രീയവും വികസനവും ചർച്ച ചെയ്ത ഒരു ഉപതെരഞ്ഞെടുപ്പാണ്. ആ ഉപതെരഞ്ഞെടുപ്പിൻ്റെ ഫലം എന്തുതന്നെയാണെങ്കിലും 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു സൂചന കൂടിയായിരിക്കും. നമുക്കൊപ്പം അതിഥികൾ പങ്കെടുക്കുന്നു. അഡ്വക്കേറ്റ് എം ലിജു, കോൺഗ്രസ് പ്രതിനിധി; അഡ്വക്കേറ്റ് ശങ്കുട്ടി ദാസ്, BJP പ്രതിനിധി; അഡ്വക്കേറ്റ് കെ അനിൽകുമാർ, CPM പ്രതിനിധി എന്നിവരാണ്. അഡ്വക്കേറ്റ് ശങ്കുട്ടി ദാസ്, ലിജു നേരത്തെ സൂചിപ്പിച്ചതുപോലെ, അനിൽകുമാർ സൂചിപ്പിച്ചതുപോലെ വികസന രാഷ്ട്രീയമൊക്കെ ചർച്ച ചെയ്യുമ്പോൾ ചേലക്കര എന്നുള്ള ഒരു മണ്ഡലം അതൊരു സംവരണ മണ്ഡലമാണ്. 498ഓളം നഗറുകളുള്ള ഒരു മേഖലയാണ്. അവിടെ ഈ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടവർ ഏറ്റവും കൂടുതലുള്ള ഒരു കോൺസ്റ്റിറ്റ്യുവൻസികളിൽ ഒന്നാണ്. അതുകൊണ്ട് തന്നെ ഈ BJPക്ക് പരമാവധി നിങ്ങൾക്ക് ലോക്സഭയിൽ കരുവന്നൂർ ചർച്ച ചെയ്തു, നരേന്ദ്രമോദിയുടെ ക്യാമ്പയിൻ ഫലം ചെയ്തു, TN സരസു വന്ന് നരേന്ദ്രമോദിയുമായി സംസാരിക്കുന്നത് വലിയ പ്രചരണ വിഷയമാക്കി മാറ്റി. അപ്പോൾ കിട്ടിയ വോട്ടിനേക്കാൾ ഒരു വോട്ടെങ്കിലും നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ നിങ്ങൾ അതിനും അപ്പുറം നിൽക്കുന്നൊരു പ്രചരണം നടത്തണമല്ലോ. എനിക്കറിയാം നിങ്ങൾ എല്ലാ സ്ഥലങ്ങളിലും എത്തിയിട്ടുണ്ട്. പക്ഷേ തിരുവല്ലോമലയ്ക്കപ്പുറം വലിയ സ്വാധീനം നിങ്ങളുടെ പാർട്ടിക്കോ സംഘപരിവാറിനോ ചേലക്കര മണ്ഡലത്തിൽ ഇല്ലല്ലോ ശങ്കുട്ടി ദാസ്. അത് വാസ്തവമല്ലേ? അതൊക്കെ അങ്ങയുടെ തോന്നലാണ് ശ്രീ അരുൺകുമാർ. BJPയുടെ ചേലക്കര മണ്ഡലത്തിലുള്ള സ്വാധീനം എന്താണെന്ന് 23-ാം തീയതി നമുക്ക് അറിയാമല്ലോ. ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ 24,000 വോട്ട് 2021 ഉണ്ടായിരുന്ന പാർട്ടിക്ക് 2024 ആയപ്പോഴേക്കും അവിടെ 29,000 വോട്ടിലേക്ക് വരാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ 30,000 വോട്ടിന് അപ്പുറത്തേക്ക് വരെ നമുക്ക് ജില്ലാ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ അവിടെ കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ 30,000 വോട്ട് അവിടെ ഇപ്പോൾ ഉണ്ടല്ലോ. ഇനി കെ ബാലകൃഷ്ണന്റെ നേതൃത്വത്തിൽ നടത്തിയിട്ടുള്ള സുരേഷ് ഗോപിയുടെയും കെ സുരേന്ദ്രൻ്റെയും KK അനീഷ് കുമാറിൻ്റെയും ഒക്കെ നേതൃത്വത്തിൽ ആ ചേലക്കര മണ്ഡലത്തെ മുഴുവൻ ഇളക്കി മറിച്ചിട്ട് ഞങ്ങൾ ഒരു മാസമായി നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രചരണത്തിൻ്റെ ഫലം എന്താണ് എന്നുള്ളത്, പ്രചരണത്തിൽ എന്തായാലും ഞങ്ങൾ മുന്നിൽ തന്നെയാണ്. നല്ല ആത്മവിശ്വാസമുണ്ട്. റിസൾട്ട് വരുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും നോക്കാം. പക്ഷേ ചേലക്കരയിലെ ജനങ്ങൾക്കൊരു ശരിയായിട്ടുള്ള ആൾട്ടർനേറ്റീവ് വെക്കാൻ BJPക്ക് മാത്രമേ സാധിച്ചിട്ടുള്ളൂ എന്നതാണ് ഇവിടെ ഞാൻ മുന്നിൽ വെക്കുന്ന കാര്യം. ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥികളെ തുടർച്ചയായിട്ട് ആവർത്തിച്ച് ചേലക്കരയിലെ മണ്ഡലത്തിലെ ജനങ്ങൾ തിരഞ്ഞെടുത്തിട്ടുണ്ട്. അവർക്ക് ചേലക്കരയിൽ നിന്ന് മന്ത്രിയും സ്പീക്കറും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. എന്നിട്ട് എന്ത് വികസനത്തിൻ്റെ ആനുകൂല്യമാണ് ചേലക്കരയിലെ ജനങ്ങൾക്ക് ഉണ്ടായത്? ഇന്നലെ അങ്ങയുടെ ഈ ചർച്ചയിൽ ഇരുന്നുകൊണ്ട് ഞാൻ അവിടുത്തെ ചേലക്കരയിൽ ഓരോ പ്രശ്നങ്ങൾ എണ്ണി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്ന് വീണ്ടും അത് ആവർത്തിക്കേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. പക്ഷേ ഈ ചർച്ചയിൽ ഇതിനോടൊക്കെ തന്നെ അത്തരം കാര്യങ്ങൾ വന്നു കഴിഞ്ഞിട്ടുണ്ട്. ഇതാണ് 28 വർഷമായിട്ട് തുടർച്ചയായിട്ട് ഇടതുപക്ഷത്തിൻ്റെ അംഗത്തെ പിന്തുണച്ചുകൊണ്ട് ചേലക്കര മണ്ഡലത്തിൽ കിട്ടിയത്. അതിലുള്ള റിസെൻമെൻ്റാണ് നമ്മൾ 2024 കണ്ടത്. കെ രാധാകൃഷ്ണൻ്റെ ചേലക്കരയിലെ ഭൂരിപക്ഷം 39,000 നിന്ന് 5,000 താഴുന്നത് ഈ പറയുന്ന ഇടത് തുടർച്ചയോടുള്ള ആ മണ്ഡലത്തിൻ്റെ വിമുഖതയെ സൂചിപ്പിക്കുന്ന കാര്യമാണ്. കോൺഗ്രസ് സ്ഥാനാർത്ഥിയുടെ കാര്യത്തിൽ അവരെ അങ്ങനെ ചേലക്കരയിലെ ജനങ്ങൾ സ്വീകരിക്കില്ല എന്നുള്ള പൂർണ്ണമായിട്ടുള്ള ബോധ്യം ഞങ്ങൾക്കുണ്ട്. ഈ കഴിഞ്ഞ ആലത്തൂരിലെ തെരഞ്ഞെടുപ്പിൽ തന്നെ പരാജയപ്പെടാനുണ്ടായിട്ടുള്ള സാഹചര്യം എന്താണ്? അവിടെ കോൺഗ്രസിനുള്ളിൽ നടക്കുന്ന ഇൻഫൈറ്റിംഗ് എന്താണ്? വലിയ സംഘടനാ സംവിധാനം എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിക്കുന്നു എന്നൊക്കെ പറയുമ്പോഴും ഇത് ജയിപ്പിക്കാനാണോ തോൽപ്പിക്കാനാണോ പ്രവർത്തിക്കുന്നു എന്നുള്ള വളരെ ശക്തമായിട്ടുള്ള സംശയം ഞങ്ങൾക്കുണ്ട് ആ മണ്ഡലവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകൾ എന്ന രീതിയിൽ. ഇതേ സമയത്ത് യാതൊരു തരത്തിലുള്ള സംഘടനാപരമായിട്ടുള്ള പ്രശ്നങ്ങളും ഇല്ലാണ്ട് വളരെ ചിട്ടയായിട്ട് അവിടെ കെ ബാലകൃഷ്ണൻ്റെ നേതൃത്വത്തിൽ വളരെ സജീവമായിട്ട് പ്രചരണം നടക്കുന്നുണ്ട്. ആ മണ്ഡലത്തിൽ ഇപ്പോൾ കഴിഞ്ഞ ദിവസം അതിൻ്റെ നമ്മുടെ കൺവെൻഷൻ അവിടെ കൊട്ടിക്കലാശത്തിൽ ശ്രീമാൻ സുരേഷ് ഗോപി ഉൾപ്പെടെയുള്ള ആളുകൾ വന്നിരുന്നു. തൃശ്ശൂരിന് വളരെ ചേർന്ന് നിൽക്കുന്ന മണ്ഡലമാണ്. തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിലെ BJPയുടെ വിജയത്തിൻ്റെ അലയൊലികൾ സ്വാധീനിക്കാൻ ശേഷിയുള്ള ഒരു മണ്ഡലമാണ്. അതുകൊണ്ടാണ് ചേലക്കരയിലെ സുരേഷ് ഗോപി എന്ന മട്ടിലൊക്കെ അദ്ദേഹത്തെ അവതരിപ്പിച്ചുകൊണ്ടുള്ള ഒരു പ്രചരണം നടന്നത്. ചേലക്കരയിലെ ഏറ്റവും സാധാരണ ജനങ്ങളുമായിട്ട് ഏറ്റവും അടുത്ത ബന്ധമുള്ള നഗരസഭാ കൗൺസിലറായിരുന്ന തിരുവല്ലാമല പഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ് ആയിരുന്ന ആളാണ്. നിങ്ങൾ ആദ്യം ചേലക്കര മണ്ഡലത്തിൽ തുടങ്ങിയത് എനിക്ക് ഓർമ്മയുണ്ട്. നിങ്ങൾ അന്തിമഹാകാളൻ കാവിലെ പൂരം വെടിക്കെട്ട് മുടക്കിയ കെ രാധാകൃഷ്ണൻ ഇനി അതിനൊരു പിന്തുടർച്ച വേണ്ട എന്ന് പറഞ്ഞുകൊണ്ടാണ് ആദ്യം പ്രചരണ രംഗത്തേക്ക് ഇറങ്ങിയത്. പക്ഷെ വളരെ പെട്ടെന്ന് നിങ്ങളുടെ പെസോ നിയമം പുറത്തു വന്നു. പെസോ നിയമം പുറത്തു വന്നപ്പോൾ നിങ്ങൾ പ്രതിരോധത്തിലായി. ഈ വെടിക്കെട്ടുകളെല്ലാം ഹിന്ദു ആചാരപ്രകാരം ക്ഷേത്രങ്ങളിൽ നടത്തേണ്ട വെടിക്കെട്ടുകളുടെ എല്ലാം ഘാതകനായി പെസോ നിയമം കൊണ്ടുവന്നത് BJP ആണ് എന്നൊരു ചർച്ച പൊതുസമൂഹത്തിൽ വന്നപ്പോൾ നിങ്ങൾ വളരെ പെട്ടെന്ന് അന്തിമഹാകാളൻകാവ് ക്ഷേത്രത്തിൽ നിന്ന് ആ വാദത്തിൽ നിന്ന് പിൻവാങ്ങി.
പിന്നെ കൊണ്ടുവന്നത് വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചർച്ച സജീവമായി. നിങ്ങൾ അതിനെക്കുറിച്ചൊരു അക്ഷരം ആ മണ്ഡലത്തിൽ പറഞ്ഞില്ല. പിന്നെ സുരേഷ് ഗോപിയെ കൊണ്ടുവന്ന് രംഗത്തിറക്കി. സുരേഷ് ഗോപി അവിടെ എന്തൊക്കെയോ പരസ്പര വിരുദ്ധമായ കാര്യങ്ങൾ പറഞ്ഞു പോയി. പൂരം കലക്കിയത് താനാണ്, പൂരം കലക്കിയത് താനല്ല, അതുമായി ബന്ധപ്പെട്ട തരത്തിലുള്ള ചർച്ചകൾ സമൂഹത്തിൽ നടന്നു. ആംബുലൻസിൽ വന്നു, ആംബുലൻസിൽ വന്നില്ല. അതൊക്കെ വളരെ പരിഹാസരൂപേണ ആയിരിക്കില്ലേ വോട്ടർമാർ എടുത്തിട്ടുണ്ടാവുക? ശങ്കുട്ടി ദാസ്, നോക്കൂ, അങ്ങയുടെ എല്ലാ മുൻവിധികളും അങ്ങയുടെ BJP-യോടുള്ള വിരോധവും അതേപോലെ എനിക്ക് BJP-യുടെ വിരോധമൊന്നുമില്ല, വസ്തുതാപരമായി മാത്രമാണ് ഞാൻ ചോദിച്ചത്. ഞാൻ 3 പേരോടും ചോദിച്ചിട്ടുണ്ട് ശങ്കുട്ടി ദാസ്. വസ്തുതാപരമാണോ ഈ പരാമർശം? സുരേഷ് ഗോപി പരസ്പര ബന്ധമില്ലാത്ത കാര്യങ്ങൾ സുരേഷ് ഗോപി ആദ്യം പറഞ്ഞത് ആംബുലൻസിൽ വന്നത് മായക്കാഴ്ച എന്ന് പറഞ്ഞില്ലേ? ആംബുലൻസിൽ വന്നത് മായക്കാഴ്ച എന്ന് പറഞ്ഞത് ചേലക്കരയിലല്ലേ? പിന്നീട് ഇതേ സുരേഷ് ഗോപി അത് മായക്കാഴ്ചയല്ല, ഞാൻ വന്നത് കാറിലല്ല ആംബുലൻസിലാണെന്ന് സമ്മതിച്ചില്ലേ? വസ്തുതാ വിരുദ്ധമല്ലേ? നോക്കൂ ശ്രീമാൻ അരുൺകുമാർ, അങ്ങയുടെ ചർച്ചയിൽ തന്നെ ഞാനിടുന്ന ഈ വിഷയം വിശദീകരിച്ചിട്ടുണ്ട്. സുരേഷ് ഗോപി അന്ന് പറഞ്ഞത് തൃശ്ശൂർ റൗണ്ടിലേക്ക് താൻ വന്നത് ആംബുലൻസിലല്ല, അതായത് ഈ പൂര നഗരിയിലേക്ക് അദ്ദേഹം വന്നത് ആംബുലൻസിലല്ല എന്നുള്ളതാണ്. അദ്ദേഹം ജില്ലാ ഓഫീസിൽ നിന്ന് തൃശ്ശൂർ റൗണ്ട് വരെ വരുന്നത് അദ്ദേഹം അനീഷ് കുമാറിന്റെ കാറിലാണ്. അതിനുശേഷം അങ്ങോട്ട് ട്രാഫിക് നിയന്ത്രണം സ്വകാര്യ വാഹനങ്ങളെ കടത്തി വിടാത്തത് കൊണ്ട് കാര്യമാണ്. റൗണ്ടിനെ കുറിച്ച് പറഞ്ഞിട്ടില്ല, റൗണ്ടിൽ വന്നിറങ്ങിയതിനു ശേഷം മാറിയത് പറഞ്ഞിട്ടില്ല. അതൊക്കെ പിന്നീട് വിശദീകരിക്കുന്നത് രണ്ടാമതാണ്. അവിടുത്തെ പ്രചരണം ബാക്കി ആർക്കും അങ്ങോട്ട് കടന്നു വരാനുള്ള സാധ്യത ഇല്ലാതിരുന്ന സമയത്തിൽ മന്ത്രിയായിരുന്ന കെ രാജൻ ഉൾപ്പെടെ അങ്ങോട്ട് വരാൻ കഴിയാതെ വന്ന സാഹചര്യത്തിൽ UDF-ന്റെ സ്ഥാനാർത്ഥിയായിട്ടുള്ള കെ മുരളീധരൻ വരാൻ കഴിയാതിരുന്ന സാഹചര്യത്തിൽ സുരേഷ് ഗോപിയെ മാത്രം ആംബുലൻസിൽ കൊണ്ടുവന്ന് രഹസ്യമായിട്ട് അവിടെ ഇറക്കി എന്നുള്ളതാണ്. അവിടെയാണ് സുരേഷ് ഗോപി പറയുന്നത്, ഞാൻ അങ്ങനെ ആംബുലൻസിൽ രഹസ്യമായിട്ട് വരികയല്ല ചെയ്തത്, ഞാൻ ആ പൂരം എന്താണ് തൃശ്ശൂർ റൗണ്ടിൽ വരെ ഞാൻ കാറിൽ തന്നെയാണ്. വാചകത്തിന്റെ വെർബാറ്റം എന്റെ കയ്യിലുണ്ട്. ശരി, എന്തായാലും ആ കാര്യങ്ങളൊക്കെ നിങ്ങൾ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. ഇത് ഞങ്ങളുടെ മാധ്യമങ്ങളിലൂടെ ഞങ്ങൾ ഈ ജനങ്ങളോട് വിശദീകരിച്ചിട്ടുണ്ട്. ഏതായാലും സുരേഷ് ഗോപി എന്ന് പറയുന്ന വ്യക്തിയോട് തൃശ്ശൂർ മണ്ഡലത്തിൽ അദ്ദേഹം മത്സരിക്കുന്ന സമയത്ത് ഈ മാധ്യമങ്ങളെല്ലാം പറഞ്ഞത് BJP-ക്ക് എത്ര വോട്ടുണ്ട് തൃശ്ശൂർ കഴിഞ്ഞ വട്ടം സുരേഷ് ഗോപി അവിടുത്തെ മാക്സിമം ഇതിനപ്പുറത്തേക്ക് ഒരു വോട്ട് പോലും പിടിക്കാൻ പറ്റില്ല. BJP തൃശ്ശൂർ മണ്ഡലത്തിൽ 4 ലക്ഷം വോട്ട് പിടിച്ചില്ലേ? ശരി, ശങ്കുട്ടി ദാസ് പറഞ്ഞു വന്നത് പൂർത്തീകരിക്കാം. 30 സെക്കൻഡ്സിൽ അവസാനിപ്പിക്കണം, നമുക്ക് സമയത്തിന് പരിമിതിയുണ്ട്. അങ്ങ് പറഞ്ഞതുപോലെ അന്തിമഹാകാളൻ ക്ഷേത്രത്തിലെ വെടിക്കെട്ട് മുടങ്ങിയതുമായി ബന്ധപ്പെട്ട വിഷയം BJP ആദ്യം ഉന്നയിക്കുകയും പിന്നീട് അതിലെ കാര്യങ്ങൾ മനസ്സിലായപ്പെട്ടത് പിൻവലിക്കുകയൊന്നും ചെയ്തിട്ടില്ല. BJP ഇപ്പോഴും ഈ പറയുന്ന LDF സർക്കാരിന് കീഴിൽ കേരളത്തിലെ ക്ഷേത്രങ്ങളിലെ ഉത്സവങ്ങൾ മനഃപൂർവ്വം അലങ്കോലപ്പെടുത്തപ്പെടുന്ന വിഷയം ചേലക്കര മണ്ഡലത്തിൽ ഉൾപ്പെടെ സജീവമായിട്ട് ഉന്നയിക്കുന്നുണ്ട്. സുരേഷ് ഗോപി തൃശ്ശൂരിലല്ല, കേരളത്തിൽ മുഴുവൻ വലിയ സ്വാധീനവും സ്വീകാര്യതയുള്ള ആളാണ്. അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം അവിടെ BJP-ക്ക് ഗുണം തന്നെയാണ് ചെയ്യാൻ പോകുന്നത്. പിന്നെ നിങ്ങൾ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നിങ്ങളൊക്കെ പറഞ്ഞത് BJP-യുടെ മാക്സിമത്തിൽ BJP എത്തിയതിന് അപ്പുറത്തേക്ക് പോകാൻ പറ്റില്ല എന്നാണ്. 11 നിയമസഭാ മണ്ഡലങ്ങളിൽ BJP 1ാം സ്ഥാനത്ത് വന്നു, 8 നിയമസഭാ മണ്ഡലങ്ങളിൽ BJP 2ാം സ്ഥാനത്ത് വന്നു, 20% വോട്ട് BJP ക്യാച്ച് ചെയ്തു, 38 ലക്ഷം വോട്ടുകൾ BJP ബാഗ് ചെയ്തു. അതായത് നിങ്ങളുടെ കണക്കൂട്ടിലൊക്കെ തെറ്റിച്ചോട്ടുള്ള പ്രകടനം BJP 2024 പിടിക്കുകയാണെങ്കിൽ TN സരസ് വോട്ട് പിടിച്ചത് UDF ക്യാമ്പിൽ നിന്നാണെന്ന് ഒരു വിലയിരുത്തലുണ്ട്. ഇക്കുറിയും അതുതന്നെ ആവർത്തിക്കാനുള്ള സാധ്യതയുണ്ടോ? BJP-യുടെ പെർഫോമൻസ് അടക്കം വോട്ട് TN സരസു. ഒന്ന്, അരുൺ, ഈ ചർച്ച UDF-ന് വളരെ ഗുണം ചെയ്യും എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അനിൽകുമാറിൻ്റെ ഭാഗത്തു നിന്ന് ആദ്യം ഇപ്പോൾ ഈ കമ്മ്യൂണിസ്റ്റ് ബ്ലണ്ടറുകളുടെ ഒരു ചരിത്രം അദ്ദേഹം ആവർത്തിച്ചു. വിഴിഞ്ഞം, കണ്ണൂർ എയർപോർട്ട്, മെട്രോ, ഇപ്പോൾ പിന്നെ ഈ ഇന്നത്തെ വാട്ടർ ഫ്ലൈറ്റുകൾ, ഇതെല്ലാം തന്നെ കമ്മ്യൂണിസ്റ്റ് ബ്ലണ്ടറുകളുടെ ഒരു ചരിത്രമാണ്. വിഴിഞ്ഞത്തിൻ്റെ കാര്യം നമുക്കറിയാം, 6000 കോടി രൂപയുടെ അഴിമതി ആരോപിക്കപ്പെട്ടു. മെട്രോയ്ക്കെതിരെ സമരം ചെയ്തു. ഗെയില് ഇപ്പോൾ നേരത്തെ പറഞ്ഞ എയർപ്ലെയിനുകളുടെ കാര്യത്തിലും. ഇതൊന്നും ഞാൻ വിശദീകരിക്കേണ്ട കാര്യമില്ല. ഈ ബ്ലണ്ടറുകളെക്കുറിച്ച് കേരളത്തിനറിയാം. പിന്നെ അദ്ദേഹത്തിന് പട്ടികജാതി കോളനികൾക്കുണ്ടായ വികസനത്തെക്കുറിച്ചും അദ്ദേഹം സംസാരിച്ചു. ഇത് അവിടുത്തെ ജനങ്ങൾ, ഞാൻ നേരത്തെ പറഞ്ഞു 498 പട്ടികജാതി കോളനികളുള്ള ജനത ഈ ചർച്ച കേൾക്കുന്നുണ്ടെങ്കിൽ പിന്നെ അനിൽകുമാറിൻ്റെ പാർട്ടിക്ക് അവിടെ മത്സരിക്കേണ്ടി വരില്ല. ഒന്നാമത്തെ പോർഷൻ അതാണ്. 2, BJP-യെ സംബന്ധിച്ച് ശ്രീ സുരേഷ് ഗോപിയുടെ പ്രവർത്തനം നമ്മൾ ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ട് തന്നെ കേരളം കണ്ടുകൊണ്ടിരിക്കുകയാണ്. തൃശ്ശൂർ പൂരത്തിൻ്റെ കാര്യം അദ്ദേഹം പറഞ്ഞ പച്ചക്കള്ളം, അവിടെ ഉണ്ടായിരുന്ന CPM BJP സഖ്യം, CJP സഖ്യം, അതിപ്പോൾ ജനത്തിന് നന്നായിട്ട് അറിയാം. സുരേഷ് ഗോപി ഒരു മന്ത്രി എന്നുള്ള അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ്,
മാധ്യമപ്രവർത്തകർ ഉൾപ്പെടെയുള്ള അദ്ദേഹത്തിൻ്റെ ജനാധിപത്യ വിരുദ്ധമായ സമീപനം. അപ്പോൾ അതുകൊണ്ട് ആ ക്യാമ്പയിനൊക്കെ ഗുണം ചെയ്യുകയോ ഇല്ലെന്ന് വോട്ടെടുപ്പ് കഴിയട്ടെ. ഞങ്ങൾ BJPയെ അവിടെ ഭയക്കുന്നില്ല. ഞങ്ങൾക്ക് അവിടെ തീർച്ചയായും ജയിക്കാൻ സാധിക്കുമെന്ന് ഉറച്ച വിശ്വാസമാണുള്ളത്. 23-ന് ചേലക്കര ഐക്യജനാധിപത്യ മുന്നണിയുടെ പക്ഷത്തേക്ക് വരുമെന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു. പിണറായി വിജയൻ സർക്കാരിൻ്റെ ഒരു ജനഹിത പരിശോധനയായത് മാറും. 38,000 വോട്ടിന് LDF ജയിച്ചൊരു മണ്ഡലമാണെന്ന് ചിന്തിക്കണം. 38,000 വോട്ടിന് അവർ ജയിച്ചൊരു മണ്ഡലത്തിലാണ് ഈ ആത്മവിശ്വാസം ഞങ്ങൾക്കുള്ളത്. അതിശക്തമായ പ്രവർത്തനം നടന്നിട്ടുണ്ട്. ജനവികാരം ഐക്യ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമാണ്. അനിൽകുമാർ, നോക്കൂ, അത്രയും ആത്മവിശ്വാസത്തോടു കൂടി കോൺഗ്രസിന്റെ തിരഞ്ഞെടുപ്പ് ചുമതലകൾ നിർവഹിക്കാൻ നിയോഗിക്കപ്പെട്ട ഒരു ജനറൽ സെക്രട്ടറി പറയണമെന്നുണ്ടെങ്കിൽ ആ അടിയൊഴുക്കുകൾ ശക്തമാണെന്ന് കരുതേണ്ടി വരും. 38,500 വോട്ടുകൾ ഭൂരിപക്ഷമുള്ള ഒരു മണ്ഡലം പിടിച്ചെടുക്കുമെന്ന് പറയണമെങ്കിൽ അപാരമായ ആത്മവിശ്വാസം വേണം. അനിൽകുമാർ, ആത്മവിശ്വാസമല്ല, തൊലിക്കട്ടിയാണ്. എന്തും പറയാനുള്ള തൊലിക്കട്ടി. 42,000 പേർക്ക് 1,600 രൂപ വെച്ച് പെൻഷൻ കിട്ടുന്നൊരു സ്ഥലമാണ് ചേലക്കര. ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് 600 രൂപ കുടിശ്ശികയാക്കിയ ഉമ്മൻചാണ്ടിയുടെ സർക്കാരിൻ്റെ കാലം തിരിച്ചു വരണമെന്നാണ്. അത് 7 മാസമായിരുന്നു അനിൽകുമാറെ. ഒരു 7 മാസം കള്ളം പറയരുത്. നിയമസഭയിൽ അല്ലല്ല, ഞാൻ പറയാം. ഈ നവംബർ നിയമസഭയിൽ എന്ത് മറുപടി? സർക്കാരിന്റെ കാലത്ത് നിങ്ങൾ എത്ര കാലമായി നുണ പറയുന്നു? PC വിഷ്ണുനാഥിന് കൊടുത്ത മറുപടി കേരള നിയമസഭയിലില്ലേ? നിങ്ങൾക്കത് അവകാശ ലംഘനത്തിന് നോട്ടീസ് നൽകിയില്ലേ? ഈ കള്ളം പറയുന്നതിന് നിങ്ങൾ ഈ തുടർച്ചയായി കള്ളം പറയുന്നതിന് നിയമസഭയിൽ നോട്ടീസ് നൽകിയില്ലേ? PC വിഷ്ണുനാഥിന് സംസ്ഥാന ധനകാര്യമന്ത്രി കൊടുത്ത മറുപടി പ്രകാരം തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലവിലുന്ന കാലഘട്ടത്തിൽ മാത്രമാണ് പെൻഷൻ മുടങ്ങിയെന്ന് മറുപടി തന്നില്ലേ? ശരി, അനിൽ മറുപടി പറഞ്ഞോളൂ. ഞാൻ പറയാം. പിണറായി സർക്കാർ അധികാരത്തിൽ വന്നിട്ട് 101 മാസമായി. 101 മാസമായി ഞങ്ങൾ 114 മാസത്തെ പെൻഷൻ കൊടുത്തിട്ടുണ്ട്. ഞാൻ ഈ ചർച്ചയിൽ ബഹുമാനപ്പെട്ട ലിജുവിനെ വെല്ലുവിളിക്കുന്നു. 101 മാസം പ്രായമായ കേരളത്തിലെ പിണറായി സർക്കാർ 114 തവണ പെൻഷൻ കേരളത്തിൽ കൊടുത്തിരിക്കുന്നു എന്ന് ഞാൻ ഈ ചർച്ചയിൽ വെല്ലുവിളിക്കുന്നു. അത് സത്യമല്ല എന്ന് പറഞ്ഞാൽ നാളെ ബഹുമാനപ്പെട്ട ലിജു പറയുന്ന സ്ഥലത്തും സമയത്തും ഹാജരായി പരസ്യമായി ഞാൻ മാപ്പ് പറയും. എന്റെ വാദം ഇതാണ്. 101 മാസം പ്രായമുള്ള പിണറായി സർക്കാർ. ഞാൻ പറഞ്ഞു കഴിയട്ടെ. 101 മാസം പ്രായമായ പിണറായി സർക്കാർ 114 മാസത്തെ പെൻഷൻ കൊടുത്തു കഴിഞ്ഞു. 4 മാസത്തെ പെൻഷൻ ഇപ്പോൾ കുടിശ്ശികയുണ്ട്. ഈ ഓണക്കാലത്ത് 2 ഗഡു പെൻഷൻ കൊടുത്തത് 1 ഗഡു കുടിശ്ശിക ഉൾപ്പെടെയാണ്. ഈ നവംബർ മാസത്തിലെ പെൻഷൻ 5-ാം തീയതിയോട് വിതരണം ആരംഭിച്ച് കൊടുത്തു കഴിഞ്ഞു. ഈ മാസം പെൻഷൻ കൊടുത്തു കഴിഞ്ഞു. ഇനി ഈ കൊല്ലം ഒരു പെൻഷൻ കുടിശ്ശിക കൊടുക്കും. അടുത്ത കൊല്ലം 3 പെൻഷൻ കുടിശ്ശിക കൊടുക്കും. അതോടുകൂടി കുടിശ്ശിക ഇല്ലാതെയാക്കും എന്ന് റൂൾ 300 പ്രകാരം കേരള മുഖ്യമന്ത്രിയും സഖാവ് പിണറായി നിയമസഭയിൽ വ്യക്തമാക്കിയതാണ്. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം ഞങ്ങൾ ആധികാരികമായി പറയുന്നു. ഉമ്മൻചാണ്ടി വികസനത്തിന് കല്ലിട്ടു എന്ന് പറയുന്നത് ശരിയാണ്. ആ കല്ലിട്ടതാണ് 100 കോടി രൂപ മുടക്കി ഈ ശ്രീധരനെ കൊണ്ട് നിങ്ങളുടെ അതിവേഗ തീവണ്ടിപ്പാത കുറ്റി പറിക്കാൻ നിങ്ങളല്ലേ നടന്നത്? നിങ്ങളുടെ കാലത്തല്ലേ ദേശീയപാത ആഫീസ് അടച്ചുപൂട്ടി നരേന്ദ്രമോദി അങ്ങ് പോയത്? കെ സുരേന്ദ്രൻ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിട്ട് എന്താ പറഞ്ഞത്? ഇരട്ടച്ചങ്ങനെന്ന് വിളിക്കാം. SDPI തടഞ്ഞ ആ ഗെയിൽ പൈപ്പ് ലൈനിൽ ദേശീയപാത ഉണ്ടാക്കി കൊടുത്താൽ ഇരട്ടച്ചങ്ങനെന്ന് പിണറായിയെ വിളിക്കാം. നിങ്ങൾ വിളിച്ചോ? BJP-കാരോട് കൂടി പറയാൻ ആഗ്രഹിക്കുന്നത് ഞാൻ പറയട്ടെ. കേരളത്തിനെതിരായി സാറേ നമ്മുടെ ഒരു ചർച്ചയിൽ ഇത് ശരിയല്ല കേട്ടോ സാറേ. കേരളത്തിനെതിരായി കേന്ദ്ര സർക്കാർ നീചമായ അല്ലല്ല അങ്ങനെ വേണ്ട, അങ്ങനെയൊന്നും വേണ്ട. നമ്മൾ ചർച്ചയല്ലേ, നാളെ ഏറ്റുമുട്ടുകല്ലേ. എൻ്റെ സഖാക്കൾ ജീവൻ കൊടുത്ത് പോരടിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ പോരടിക്കുന്നിടത്ത് സന്ധിയില്ല. UDF-നോട് സന്ധിയില്ല. SDPI-യോട് കൂട്ടുകെട്ടുന്ന UDF-നോട് സന്ധിയില്ല. വർഗീയ ശക്തികളോട് കൂട്ടുകെട്ടുന്ന UDF-നോട് സന്ധിയില്ല. BJP 3-ാം സ്ഥാനത്താണെന്ന് കെ മുരളീധരൻ പറഞ്ഞിട്ടും BJP 2-ാം സ്ഥാനത്താണെന്ന് പറയുന്ന VD സതീശനോട് സന്ധിയില്ല. ആ കോൺഗ്രസിനോട് സന്ധിയില്ല. ഇലക്ട്രൽ ബോണ്ട് അഴിമതിയിൽ 170 കോടി രൂപ പ്രിയങ്ക ഗാന്ധിയുടെ ഭർത്താവിൽ നിന്ന് വാങ്ങിച്ച BJP-യോടും അത് കൊടുത്ത് പ്രിയങ്ക ഗാന്ധിയുടെ ഭർത്താവ് റോബർട്ട് വധേരയെ രക്ഷപ്പെടുത്തിക്കൊണ്ടുപോയ ആ കോൺഗ്രസ്സുകാരോട് ഞങ്ങൾക്കൊരു സന്ധിയുമില്ല. അതുകൊണ്ട് ഞങ്ങൾ പറയുന്നു,
ചേലക്കരയിലെ മനുഷ്യരോടും പാലക്കാട്ടെ മനുഷ്യരോടും വയനാട്ടിലെ മനുഷ്യരോടും കൊടകര കുഴൽപ്പണക്കേസിലെ സുരേന്ദ്രനോട് സന്ധിയാവാം. കാലഘട്ടത്തിൽ അന്തസ്സായി കൊടകര കുഴൽപ്പണക്കേസിൽ സുരേന്ദ്രനോട് സന്ധിയാവാം. അതാ പറയുന്നത്. വടകര കുഴൽപ്പണക്കേസിൽ വടകര കുഴൽപ്പണക്കേസിൽ 1000 പേജുള്ള കുറ്റപത്രം കൊടുത്തിട്ട് ആ കുറ്റപത്രത്തിൽ ഞാൻ പറയാം 1000 പേജുള്ള കുറ്റപത്രം കൊടുത്തിട്ട് 1000 പേജുള്ള കുറ്റപത്രം കൊടുത്തിട്ട് കൊടകര കുഴൽപ്പണ കേസിൽ ഇന്ത്യ രാജ്യത്തെ ഭരിക്കുന്ന ഭരണകക്ഷിയെ തൊലി ഉരിച്ചു നിർത്തിയ തൻ്റെ ഇടത്തിൻ്റെ പേരാണ് പിണറായി വിജയൻ. തൊട്ടപ്പുറത്ത് നിങ്ങളുടെ കർണാടകത്തിൽ ഇതേപോലെ ധർമ്മരാജൻ്റെ വണ്ടി അപകടം ഉണ്ടായി, പിടിച്ചുപറി ഉണ്ടായി. ആ പിടിച്ചു പറിച്ചിട്ട് സിദ്ധരാമയ്യ ആ കേസങ്ങ് വിഴുകി. സിദ്ധരാമയ്യ അവിടെ മോദിയുടെ BJP-യുടെ ആ കള്ളപ്പണം കൊണ്ടുപോയവരെ അങ്ങ് രക്ഷപ്പെടുത്തി കൊടുത്തു. കുറ്റപത്രം ഉണ്ടാക്കിയിട്ട് ED-യുടെ കയ്യിലേക്ക് കൊടുത്തിരിക്കുകയാണ്. അല്ലല്ല, കർണാടക പോലീസാണ്. കേസെടുത്തിരിക്കുന്ന കർണാടക പോലീസാണ്. ഞാൻ കൃത്യമായിട്ട് പറയാം, കേസെടുത്തിരിക്കുന്ന കർണാടക പോലീസാണ്. ഇല്ല, ഒന്നുകൂടെ പരിശോധിച്ചിട്ട് പറയൂ. അവിടെയാണ് വ്യത്യാസം. കേരളത്തിൽ 1000 പേജുള്ള കുറ്റപത്രത്തിൽ തെളിവുണ്ടാക്കിയിട്ട് ED-യുടെ കയ്യിലേക്ക് കൊടുത്തിരിക്കുകയാണ്. അധികാരം മൂന്ന് മുന്നണികൾക്കും നാളെ ചേലക്കര മണ്ഡലത്തിൽ ആശംസകൾ നേരുകയാണ്. നല്ല കടുത്ത പോരാട്ടമാണ്. ഒരു കാര്യത്തിൽ നിങ്ങൾ 3 പേരെയും നമ്മൾ അഭിനന്ദിക്കേണ്ടതുണ്ട്. പാലക്കാട് കണ്ടതുപോലെ അരാഷ്ട്രീയമായ വിവാദങ്ങളോ സംവാദങ്ങളോ അല്ല ചേലക്കരയിൽ കണ്ടത്. ചേലക്കരയിൽ വികസന രാഷ്ട്രീയം പറഞ്ഞു തന്നെയാണ് 3 മുന്നണികളും ചർച്ച ചെയ്തത്. വളരെ സജീവമായ രാഷ്ട്രീയ ചർച്ച ചേലക്കരയിൽ നടന്നു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് തന്നെ 3 മുന്നണികൾക്കും ആത്മവിശ്വാസത്തോടു കൂടി ഇന്നുറങ്ങാം. ബാക്കിയെല്ലാം ജനങ്ങൾ തീരുമാനിക്കട്ടെ. നന്ദി. ചർച്ചയിൽ ചേർന്നത് അഡ്വക്കേറ്റ് എം ലിജു, അഡ്വക്കേറ്റ് അനിൽകുമാർ, ഒപ്പം അഡ്വക്കേറ്റ് ശിങ്കുട്ടി ദാസ്. Debate with Dr. Arun Kumar.